മഹാനായ പണ്ഡിതൻ മൗലാന വഹീദുദ്ദീൻ ഖാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം, ചരിത്രത്തിൽ നിന്ന് ആളുകളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ചരിത്രത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്തിനാണ് പ്രാധാന്യം നൽകിയത് എന്ന് ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഖുർആൻ മൗലികമായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചരിത്ര വിശകലനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. പക്ഷെ അത് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ചില പ്രവാചകന്മാരുടെ പേര് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിശകലനങ്ങൾ പോലും വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം ഓരോ പ്രവാചകനിൽ നിന്നും നമ്മൾക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങളുണ്ട്. അതുമാത്രമാണ് പറഞ്ഞത്. ഏത് പ്രവാചകന്റെ ജീവിതം എടുത്താലും നമ്മൾക്ക് ആ പ്രവാചകനിൽ നിന്ന് പഠിക്കാനുള്ള ചില മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്നോ ഒന്നിലധികമോ പാഠങ്ങൾ ഓരോ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുമുണ്ട്. ഏത് പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കിയാലും പ്രത്യേകമായ ചില സംഭവങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടേണ്ട ചില മെസ്സേജുകളുണ്ട്. ആദം നബി അലൈഹിസ്സലാം, നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കുന്നു. ആ കൽപ്പന ലംഘിച്ചതിലൂടെ കുഴപ്പത്തിലെത്തുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഇസ്ലാം വിശുദ്ധ ഖുർആനില്ലാത്ത ഏതൊരു വേദഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സംഭവം പറയുന്നിടത്തൊക്കെ സ്ത്രീയെയാണ് കുറ്റവാളിയാക്കുന്നത്. ആദം നബിയുടെ പത്നിയാണ്, ഭാര്യയാണ് അള്ളാഹുവിനെ, ദൈവത്തെ നിഷേധിക്കാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ, കൽപ്പന ലംഘിക്കാൻ ആദമിന് പ്രേരണ നൽകിയത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഹവ്വാ ബീവി എന്ന് നമ്മൾ പറയുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയാണ് സ്വർഗത്തിലെ ആ മരത്തിൽ നിന്ന് കനി ഭക്ഷിക്കുവാൻ ആദമിനെ പ്രേരിപ്പിച്ചത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞത് വഅസാ ആദമു റബ്ബഹു ഫഗവ, ആദമാണ് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചത്, അങ്ങനെ കുഴപ്പത്തിലെത്തിയെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ലംഘിക്കുന്ന ഒരു പ്രവാചകൻ, പലതരത്തിലുള്ള പ്രേരണകളിൽപ്പെട്ട് അള്ളാഹുവിന്റെ ഒരു നിയമത്തെ അതിർലംഘിക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ, ആ ഒരു ലംഘനം ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും എത്ര മനോഹരമായാണ് ആ ദൈവനിന്ദ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ആ പ്രവാചകൻ തിരിച്ചു വരുന്നത് ശുദ്ധീകരിക്കപ്പെടുന്നത് തൗബയിലൂടെയാണ്. തൗബയുടെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാനുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും പാകപ്പിഴവുകൾ വരും, അശ്രദ്ധകൾ സംഭവിക്കും. ആ അശ്രദ്ധകൾ മാനുഷികമായിരിക്കെ തന്നെ എന്താണ് അതിനുള്ള പരിഹാരക്രിയ? അതിനുള്ള പരിഹാരക്രിയയാണ് തൗബ. തൗബ ശുദ്ധീകരിക്കുവാനുള്ള വെള്ളമാണ്. വന്നുപോയ പാപങ്ങളെ കഴുകിക്കളയാനുള്ള തെളിർജലമാണ്. ആ തെളിർജലത്തിലൂടെ ഒരു പ്രവാചകന് കരകയറിയതുപോലെ ഏതൊരു മനുഷ്യനും കരകയറാം. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള കുറെ പാഠങ്ങളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലൂടെ പഠിക്കാനുള്ള കുറെ പാഠങ്ങളുണ്ട്. നൂഹ് നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു വിശേഷണം തന്നെ നിഅമൽ അബ്ദ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിഅമൽ അബ്ദ്, എത്ര നല്ലൊരു അടിമയാണ്. അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമയാണ്. ഇങ്ങനെയൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രയോ ദീർഘകാലം, 950ഓളം കൊല്ലം അദ്ദേഹം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും. പ്രവാചകനായിക്കൊണ്ട് 950 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ പ്രവാചകനാകാതെയും കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1000ഓളം കൊല്ലം ഈ ലോകത്ത് ജീവിച്ച ഒരു പ്രവാചകൻ, അതിൽ മഹാഭൂരിപക്ഷം വരുന്ന വർഷവും ഒരേ കാര്യം ഒരേ ആളുകളോട് ആവർത്തിച്ചു പറയാണ്. എത്ര മടുപ്പുണ്ടാവും.
ഒരേ കാര്യം വ്യത്യസ്തരായ ആളുകളോട് പറയുമ്പോൾ അത്ര മടുപ്പ് വരൂല. പക്ഷേ ഒരേ കാര്യം ഒരേ ആളുകളോട് ആവർത്തിച്ചു പറയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും. നൂഹ് നബി അലൈഹിസ്സലാം തന്നെ അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവേ ഞാൻ രാവും പകലും അവരെ വിളിച്ചു. വല്ലാത്തൊരു സംസാരമാണത്. രാവും പകലും ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാതെ വിളിച്ചു എന്നാണ്. ഞാൻ വിശ്രമമറിയാതെ നിന്റെ മാർഗത്തിൽ പോരാടുകയുണ്ടായി, അവരെ ഞാൻ ക്ഷണിച്ചു. എന്നിട്ടും എന്റെ ക്ഷണം സ്വീകരിക്കാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. എന്നിട്ടും അള്ളാഹുവിനോടുള്ള ശുക്ർ കൈവിടാതെ ജീവിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ മഹത്വമുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അവര് തന്നെ ഈ പ്രവാചകനെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയിട്ടും പല രീതിയിൽ ആക്ഷേപിച്ചിട്ടും കല്ലെറിഞ്ഞിട്ടും കൂക്കി വിളിച്ചിട്ടും ആ പ്രവാചകൻ ആ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ല. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരു നിമിഷം പോലും വേണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ടില്ല. അവിടെയാണ് അബ്ദൻ ഷക്കൂർ എന്ന വാക്കിന്റെ പ്രാധാന്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഉന്നതനായ രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ ഒരു അടിമയെ കുറിച്ച് പറയാണ്, എത്ര നല്ല അടിമയായിരുന്നു അങ്ങനെയാണ്, എത്ര നല്ലൊരു അടിമയായിരുന്നു അദ്ദേഹം. അപ്പൊ എന്താണ് ചരിത്രം? ചരിത്രം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് അവിടെ നിന്നാണ് തേടിപ്പിടിക്കേണ്ടത്, അത്രയുമാണ്. എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടത് എന്താണോ നമ്മളത് തേടിപ്പിടിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നാണ്. ഓട്ട മത്സരത്തിന് നിൽക്കുന്ന ഒരാള് ഒരു കാല് ബാക്കിലേക്ക് ഒരു കാല് മുന്നിലേക്കും ആക്കിയിട്ട് നിൽക്കുക. അതെന്തിനാണ് മുന്നിലേക്ക് പോകുന്ന ആള് ബാക്കിലേക്ക് കാല് വെച്ചത്? ബാക്കിൽ നിന്ന് എത്ര ഊർജമാണോ ശേഖരിക്കുന്നത് അത്രയും ഊക്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ബാക്കിലേക്ക് ഒരു തള്ളു കൊടുത്തിട്ടാണ് മുന്നോട്ട് പോവുക. എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്നുള്ള ഊർജമാണ് മുന്നോട്ട് പോകാനുള്ള കരുത്ത്. പിറകിൽ നിന്നുള്ള ഊർജം എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ചരിത്രത്തിൽ നിന്നുള്ള ഊർജമാണ്. വാഹനത്തിൽ പോകുന്ന ഒരാള് ഒരു മിറർ വെക്കും ഈ സൈഡില്. അതെന്തിനാ? മുഖം കാണാനല്ല, ബാക്ക് വശം കാണാനാണ്, പിറക് വശം കാണാനാ. മുന്നിലേക്ക് പോകുന്ന ഒരാൾക്ക് പിറക് വശം കാണുന്നത് എന്തിനാണ്? മുന്നിലേക്ക് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ കാഴ്ചകൾ കാണണം. ഇത്രയുമാണ് ചരിത്രം. ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് തേടിപ്പിടിക്കാനുള്ള പേജുകളാണ് ചരിത്രം. വായിക്കുവാനും അടച്ചുവെക്കാനുമുള്ളതല്ല, വായിക്കുവാനും ആവർത്തിക്കാനുമുള്ളതാണ് ഇസ്ലാമിക ചരിത്രം. വായിക്കുവാനും അടച്ചുവെക്കാനുമുള്ളതല്ല, വായിക്കുവാനും ആവർത്തിക്കാനുമുള്ള ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ ചരിത്രത്തിന്റെ മുകളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്ഥാനം. അതാണ് നമ്മുടെ വിഷയം. ചരിത്രത്തിന്റെ ഉള്ളിലല്ല, ചരിത്രത്തിന്റെ മുകളിലാണ്. ചില വ്യക്തിത്വങ്ങൾ ചരിത്രത്തിന്റെ ഉള്ളിൽപ്പെടുന്നവരല്ല, ചരിത്രത്തിന്റെ മുകളിലുള്ളവരാണ്. കാരണം അവർ ചരിത്രം സൃഷ്ടിക്കുന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ചില സന്ദേശങ്ങൾ മാത്രം പറയാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. അതിനുള്ളതാണ് ആ ചരിത്ര വായന, അതിനുള്ളതാണ് ബലിപെരുന്നാൾ, അതിനുള്ളതാണ് ഈ സമയത്തുള്ള ആ സ്മരണയുടെ പ്രാധാന്യം. ആ സ്മരണ എന്തിനാണ്? 85% വരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠം എന്താണ്? ഏതാനും ചില കാര്യങ്ങൾ മാത്രം ആ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. അത് ചില കാര്യങ്ങൾ മാത്രമുണ്ട്. ഒരു ഉലുഹിയ്യത്തുണ്ട്, അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല. അതാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം? 85% വരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ഇടയിൽ ഇസ്ലാമിനെ സമർപ്പിക്കുവാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. മനുഷ്യനിർമ്മിതമായ സകല പ്രത്യാശാസ്ത്രങ്ങളും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് ഇസ്ലാമിന്റെ ഉന്നതമായ സന്ദേശം ഈ 85% പകർന്നു കൊടുക്കേണ്ട നമ്മള് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഏതാനും ചില കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളുണ്ട്. വിശാലമായ ജീവിത മേഖലകളുണ്ട്. ഒരു പ്രവാചകനായിരിക്കെ തന്നെ സങ്കടങ്ങൾ അനുഭവിച്ച നിമിഷങ്ങളുണ്ട്, കരഞ്ഞുപോയ നിമിഷങ്ങളുണ്ട്. എത്രയെത്ര സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് ആ പ്രവാചകൻ കഴിഞ്ഞുപോയത്. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ വിശദീകരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല പറയുകയാണ്,
ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് പല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഹനീഫൻ മുസ്ലിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനീഫൻ മുസ്ലിമ, വളവും തിരിവുമില്ലാത്തൊരു മുസ്ലിമായിരുന്നു, വക്രതയില്ലാത്തൊരു മുസ്ലിമായിരുന്നു. വക്രതയില്ലാത്തൊരു മുസ്ലിമായിരുന്നു. മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു ജാതി സമുദായം പോലെ നമ്മൾ കാണരുത്. കാരണം ഈ പറയുന്ന ഞാനും മുസ്ലിമാണ്. പക്ഷെ ആ ഇസ്ലാം ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്ലാം. അതുകൊണ്ട് തന്നെ മുസ്ലിം എന്ന് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ ഒരു സാമുദായിക കാഴ്ചപ്പാടല്ല അതിനുള്ളത്. ഇസ്ലാം എങ്ങനെയാണോ ആകേണ്ടത് അതുപോലെയായിരുന്നു. മുസ്ലിം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെയായിരുന്നു. ഒത്ത ഒരു മുസ്ലിമായിരുന്നു. എല്ലാ ഗുണങ്ങളും ഒത്ത ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. ഖുർആൻ പറഞ്ഞു അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല, അദ്ദേഹം ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ആളുകൾ പറഞ്ഞു ഇബ്രാഹിം നബി ജൂതനാണ്, ചില ആളുകൾ പറഞ്ഞു ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയാണ്. ആലോചിക്കാതെ പറഞ്ഞതാണ്. അതിനെയാണ് അള്ളാഹു നിരൂപണം ചെയ്തത്. വമാ ആതാകുമുൽ തൗറാത്തു വൽ ഇൻജീൽ ഇല്ലാ മിൻ ബഅദിഹി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? തൗറാത്തും ഇൻജീലൊക്കെ ഇറങ്ങിയത് ഇബ്രാഹിം നബിന്റെ ശേഷമല്ലേ? പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം ജൂതനാണ് നിങ്ങൾ പറയാ? പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം ക്രിസ്ത്യാനിയാണ് നിങ്ങൾ പറയാ? അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഹനീഫൻ മുസ്ലിമ, സച്ചരിതനായൊരു മുസ്ലിമായിരുന്നു. വളവും തിരിവും വക്രതയും കേടുകളുമില്ലാത്ത മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് എന്ത്? ഷാക്കിറൻ ലി അൻഉമിഹി. ശരിക്ക് ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് ഷാക്കിറൻ ലി അൻഉമിഹി. എന്താണ്? നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനായിരുന്നു. എന്തായിരുന്നു നിഅമത്ത്? എന്താ ഇബ്രാഹിം നബി കിട്ടിയ നിഅമത്ത്? നമ്മളിങ്ങനെ എണ്ണി നോക്കൂ. ഇബ്രാഹിം നബി കിട്ടിയ നിഅമത്തുകള് വളരെ കുറച്ചായിരുന്നു. ഒരു നല്ല വാപ്പനെ കിട്ടിയിരുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ് ഒരു നല്ല പിതാവിനെ ലഭിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു പിതാവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിരുന്നില്ല. ഒരു നല്ല സഹോദരനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടില്ല. ഒരു നല്ല സുഹൃത്തിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടില്ല. ഒരു നല്ല സമൂഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടില്ല. സമൃദ്ധിയുള്ള സമ്പാദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടില്ല. പരീക്ഷണങ്ങളില്ലാത്തൊരു കുടുംബത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഒരുപക്ഷെ ഇസ്മായിൽ എന്ന കുട്ടിയുണ്ടായ നിമിഷമായിരിക്കും. പക്ഷെ ആ കുട്ടിയുണ്ടായത് മുതലാണ് ഇബ്രാഹിം നബി ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നത്. ഇനി നമ്മൾ പറയാം എന്തായിരുന്നു ഇബ്രാഹിം നബി കിട്ടിയ നിയമത്ത്. എന്നിട്ട് അല്ല പറയാ കിട്ടിയ നിയമത്തുകൾക്കെല്ലാം ശുക്ർ ചെയ്യുന്നവനായിരുന്നു. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ അങ്ങനെയാണോ എന്ന്. അത് ആത്മവിചാരണയുടെ സന്ദർഭമാണ്. കിട്ടിയ നിയമത്തുകൾ കൊണ്ട് അള്ളാനെ മറന്നുപോകുന്നവരാണോ? നിയമത്തുകളുടെ കല്ലിൽ തട്ടി വീണു പോകുന്നവരാണോ? അതല്ല കിട്ടിയ നിയമത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരാണോ ഞാനും നിങ്ങളും എന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി. പലപ്പോഴും നിയമത്തുകൾ നമ്മൾ കേടുവരുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ അധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഒരു മുസ്ലിം ആഗ്രഹിക്കുക. ശരിയല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെ ചോദ്യം ചെയ്യപ്പെടും? നിസ്സാരമായൊരു ചോദ്യം ചെയ്യലല്ല. കണ്ണിനെ കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും നിങ്ങളും വിചാരിച്ചത് കണ്ണിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണടച്ചു തുറന്ന ഓരോ സെക്കൻഡിലും നമ്മൾ എന്ത് കണ്ടു എന്ന് ചോദിക്കും. അതാണ് ആ ചോദ്യം. കേവലമായ ചോദ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അള്ളാഹുവേ വിചാരണ എളുപ്പമുള്ളതാക്കണമേ, ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണയാക്കണമേ. അപ്പോ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ റസൂലെ വിചാരണ എളുപ്പമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കാണ് വിചാരണ എളുപ്പമാകുക എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ കാര്യങ്ങൾ സൂക്ഷ്മമായി അള്ളാഹു ഒന്ന് നോക്കാൻ തുനിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് സൂക്ഷ്മമായിട്ടൊന്നും നോക്കാതെ പെട്ടെന്ന് നോക്കിയിട്ട് വിടുന്നവരിൽ ഉൾപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ നിഅമത്തുകള് ഏതു വിധത്തിലുള്ളതാണെങ്കിലും ആ നിഅമത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ നിഅമത്തുകളും വിചാരണ ചെയ്യപ്പെടുമെങ്കിൽ
അധിക നിയമത്തുകൾ ഉണ്ടാകരുതേ എന്ന് യഥാർത്ഥ മുഅ്മിൻ ആഗ്രഹിക്കും. അമാനി മൗലവിയുടെ വസിയത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മക്കളുടെ കയ്യിലുണ്ട്. ആ വസിയത്തിൽ അമാനി മൗലവി എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അമാനി മൗലവി വളരെ ദരിദ്രമായ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. സമ്പത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശുഷ്കമായ ജീവിതമായിരുന്നു, പ്രയാസകരമായ അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലായിരുന്നു അദ്ദേഹം. എന്റെ ഉപ്പയൊക്കെ പറയാറുണ്ട്, ചെറിയൊരു കുടിലായിരുന്നു, ഓല കൊണ്ട് മേഞ്ഞ ഒരു കുടില്. ആ വീടിന്റെ ഉള്ളിൽ പാതിരാവും പകലും മഹാനായ അമാനി മൗലവി റഹ്മഹുല്ലാ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വീടിന്റെ ഉള്ളിലൊരു കുഴി ഉണ്ടാക്കുന്നു. ആ കുഴിയിൽ വെള്ളം നിറക്കും. ആ വെള്ളത്തിൽ കാല് മുക്കിയിട്ട് നിലത്ത് ഇരുന്നിട്ട് ഒരു പലക വെച്ചിട്ട് ആ പലകയിൽ വെച്ചിട്ടാണ് അമാനി മൗലവി എഴുതിയത്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു മലയാളി മുസ്ലിം വായിക്കാതെ പോയിട്ടുണ്ടാവില്ല അമാനി മൗലവിയുടെ വരികളിൽ ഒരു വരിയെങ്കിലും. ആ വരികൾ വായിക്കുന്നത് നമ്മൾ നമ്മുടെ മണിമാളികകളിൽ ഇരുന്നിട്ടാണ്. മഹാനായ ആ മനുഷ്യൻ ചെറിയ ഒരു പുരയിലിരുന്ന് നിലത്ത് കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ വെള്ളം നിറച്ച് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടാണ് പാതിരാവുകളും പകലും എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ആ വരികൾ നമ്മൾ വായിച്ചു പൂർത്തിയാക്കരുത്. അത്രമാത്രം ധീരമായ ഒരു കർത്തവ്യമാണ് നിർവഹിച്ചു മുന്നോട്ട് പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വസിയത്തിൽ പറയുകയാണ്, എനിക്ക് അല്ലാഹു കുറെ പാടവും പറമ്പും തന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് മക്കളെ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, ഞാനതൊരു അനുഗ്രഹമായാണ് കാണുന്നത്. എനിക്കൊരുപാട് പാടവും പറമ്പും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ എഴുതുമായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. ഇങ്ങനെ ഒരു സംഭാവന എന്റെ അടുത്തുനിന്ന് ഉണ്ടാവില്ല എന്നുറപ്പാ. എനിക്ക് പാടവും പറമ്പും നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. 87 അമാനി മൗലവി മരിച്ചത്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത മഞ്ചേരി കൊരമ്പയിൽ ആശുപത്രിയിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത റേഡിയോയിൽ രാവിലെ കേൾക്കുമ്പോൾ കണ്ണൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറയാണ്, അദ്ദേഹത്തിന്റെ വല്യമ്മ പറഞ്ഞത്രേ, ഇനി നമ്മുടെ 6ാം വാള്യം ആരാണ് എഴുതുക എന്ന്. അന്ന് 6ാം വാള്യം പുറത്തിറങ്ങിയിട്ടില്ല, 6ാം വാള്യം പ്രസ്സിലാണ്. ആ 6ാം വാള്യം പുറത്തിറങ്ങിയിട്ടില്ല. ആ ഉമ്മ പറയാണ്, ഇനി 6ാം വാള്യം ആരാണ് എഴുതുക. കണ്ണൂരിലെ ഏതോ കുഗ്രാമത്തിലുള്ള ഒരു പാവ ഉമ്മയുടെ പ്രാർത്ഥനയിൽ അമാനി മൗലവി എന്ന ധീരനായ പണ്ഡിതൻ വന്നതിന്റെ കാരണം ജീവിതം ഇങ്ങനെ ത്യജിക്കുവാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അമാനി മൗലവി പറയുന്നത് ഇത്രയുമാണ്, നിയമത്തുകളില്ലാതെ പോയത് അനുഗ്രഹമായി കാണുകയാണ്. കാരണം ചോദ്യം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള ആലോചന, ഒരായുസ് കിട്ടിയതിനെ കുറിച്ച് ചോദ്യം ചെയ്യും. അമാനി മൗലവിക്ക് കാണിച്ചു കൊടുക്കാൻ വലിയ സംഭാവനകളുണ്ട്, ഒരായുഷ്കാലം ധന്യമാക്കിയതിന്റെ സംഭാവനകൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. ഷാക്കിറൻ ലി അൻഉമിഹി, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനായിരുന്നു. നിഅമത്തുകൾ പലപ്പോഴും അല്ലാഹനെ മറന്നുപോകാൻ കാരണമാകുന്നു. നമുക്കൊരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത് അല്ല തന്ന ഏതെങ്കിലും ഒരു നിയമത്തായിരിക്കും, അല്ലെ? അല്ല തന്ന ഏതെങ്കിലും ഒരു നിയമത്തായിരിക്കും നമ്മുടെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത്, ഒരു സംശയവും വേണ്ട. സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഈ 8ൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂല. കുടുംബം, സമ്പത്ത്, സുഖസമൃദ്ധമായ വീട്, നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം, മക്കള്, ഭാര്യ, മാതാപിതാക്കള്, പിന്നെ സ്വയം തന്നെ. ഇങ്ങനെ 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു ചോദിക്കുകയാണ്, ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണോ? അതല്ല, അള്ളാഹുവും അവന്റെ ഹബീബായ റസൂലും അവരുടെ മാർഗത്തിലുള്ള പ്രയാസവുമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണോ, അതോ അള്ളാഹുവും അവന്റെ ഹബീബായ റസൂലും അവരുടെ മാർഗത്തിലുള്ള പ്രയാസം സഹിക്കലുമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഒരു സംശയവും വേണ്ട, ഈ 8ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒരു നല്ല കാര്യം ഇന്ന് വേണ്ട നാളെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ 8ൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടായിരിക്കും. നമ്മൾക്ക് വളരെ തിരക്ക് പിടിച്ച ഒരു സമയത്ത്, വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഒരു സമയത്ത്, നമുക്കിഷ്ടമുള്ള ആളുകളുമൊത്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഫോണിലേക്കൊരു കോള് വന്നാൽ, ഒരാൾ വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പങ്കെടുക്കണ്ടല്ലോ. നമ്മുടെ ഫോണിലേക്ക് കോള് വന്നാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതാരാണ് നോക്കും, ആ വിളിക്കുന്നത് ആരാണ് എന്ന് നോക്കും. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ ആ തിരക്കിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കിയിട്ട്, സ്ഥലം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ വിളിക്കാമെന്നെങ്കിലും പറയും. എന്നാലും കട്ട് ചെയ്യൂല.
കാരണം അത് മോശമാണെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ആ വിളിക്കുന്ന ആള് നമുക്ക് വളരെ സ്നേഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും സ്ഥലം ഉണ്ടാക്കിയിട്ട് പിന്നെ വിളിക്കാമെന്നെങ്കിലും പറയും. പക്ഷെ ആ വിളിക്കുന്ന ആൾ അത്ര പ്രധാനപ്പെട്ട ഒരാളോ നമ്മൾക്ക് അത്ര സ്നേഹമുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം ആ ഫോണ് കട്ട് ചെയ്യും, ആ കോള് കട്ട് ചെയ്യും. അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ വളരെ സന്തോഷകരമായ സമയത്ത് നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഇണയോടൊപ്പം വളരെ സന്തോഷകരമായി നമ്മൾ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഒരു കോള് വരുന്നു. ആ കോള് അള്ളാഹുവിന്റേതാണ്. അതിൽ പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കാൻ വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് വരുന്നു. അത് കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. പറഞ്ഞതിനാണ് നിങ്ങൾ നിസ്കരിക്കാൻ വരൂ, നിസ്കരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിക്കാൻ വരൂ എന്നാണ്. അള്ളാഹുവിന്റേതാണ് ആ വിളി, മനുഷ്യനാണ് വിളിച്ചത് എന്നേയുള്ളൂ. ആ വിളി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ അതിനോട് സമീപിക്കുന്നത്? നമ്മൾക്ക് അള്ളാഹു ഏറ്റവും പ്രിയമുള്ളവരാണെങ്കിൽ ആ വിളിച്ചെടുത്ത് നമ്മൾ എത്തും. അല്ലെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിന് വലിയ പ്രാധാന്യമുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ ആ വിളിച്ചെടുത്ത് നമ്മൾ എത്തും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം ആ കോൾ റിജക്ട് ചെയ്യും. ആ കോൾ അവിടെ അങ്ങനെ വിളിക്കുന്നുണ്ടാവും, നമ്മളത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇത്രയുമാണ്. ഇവിടെയാണ് അള്ളാഹുവിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതം സംഭവിക്കുന്നത്. അപ്പോ ഇഷ്ടങ്ങൾ പലപ്പോഴും അള്ളാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായി പോകുന്നു. നമ്മൾക്ക് അള്ളാഹു തന്നെ നൽകിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും ആ അള്ളാഹുവിനെ വിസ്മരിക്കാൻ കാരണമാകുന്നു. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം ഉയർന്നു നിൽക്കുന്നത്. ഷാക്കിറൻ ലി അൻഉമിഹി, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലാണ് എന്നാണ്. ഖലീൽ എന്ന് പറഞ്ഞ സുഹൃത്ത് എന്നല്ല, ഉറ്റ സുഹൃത്ത് എന്നാണ്. ഏറ്റവും അടുത്ത സൗഹൃദത്തിന് പറയുന്ന പേരാണ് അറബിയിൽ ഖലീൽ എന്ന്. അങ്ങനെ ഒരു പ്രവാചകനെ, അള്ളാഹുവിന്റെ ഒരു അടിമയെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരാണ് അള്ളാഹുവിന്റെ സൗഹൃദത്തിലേക്ക്. ഒരടിമയും ഉടമയും തമ്മിൽ സൗഹൃദം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിൻ്റെതല്ല, കൽപ്പനയുടെയും അനുസരണയുടെയും ബന്ധമാണ്. എന്നാൽ ഒരു അടിമയ്ക്ക് ഉന്നതനായ അള്ളാഹുവിനോട് സൗഹൃദം ഉണ്ടാകാൻ കഴിയും. ആ സൗഹൃദം ഉണ്ടായത് എങ്ങനെയാണ് എന്ന ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം. അള്ളാഹുവിനോടുള്ള സൗഹൃദം എത്ര വലിയൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ സംഗ്രഹിച്ച് ചുരുക്കി പറയാണ് അള്ളാഹുവിന്റെ സുഹൃത്താണ്. ചുരുക്കിയാണ് പറയാണ് അള്ളാഹുവിന്റെ സുഹൃത്താണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, നമ്മളുടെ ജീവിതശേഷം നമ്മളെ കുറിച്ച് മനുഷ്യരൊക്കെ എന്ത് പറയും? നമ്മൾ മരിച്ചു കഴിഞ്ഞ വീട്ടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നാട്ടുകാരും വരും, എല്ലാവരും വരുന്നുണ്ടാവും. ആ വന്നിട്ടുള്ള എല്ലാ ആളുകളും നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണത്. അതിൽ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്തവരുണ്ടാവും, നമ്മുടെ വിദ്യാർത്ഥികളുണ്ടാവും, നമ്മുടെ അധ്യാപകരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അങ്ങനെ പല ആളുകളുണ്ടാവും. അവരൊക്കെ നമ്മളെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതെന്തായിരിക്കും? നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ചൊരു വാക്ക് പറയും, അതെന്തായിരിക്കും? അല്ലെങ്കിൽ ഭർത്താവ് നമ്മളെ കുറിച്ചൊരു വാക്ക് പറയും, അതെന്തായിരിക്കും? നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ളത് എന്തായിരിക്കും? നമ്മുടെ വാപ്പയ്ക്ക് നമ്മുടെ ഉമ്മയ്ക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ളത് എന്തായിരിക്കും? അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹുവിന് നമ്മളെ കുറിച്ച് പറയാനുള്ളത് എന്തായിരിക്കും? ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞതാണ് എന്റെ സുഹൃത്താണ്. അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ സുഹൃത്താണ്, ഉറ്റ സുഹൃത്താണ്. ആ ഒരു പദവിയിലേക്ക് ഇബ്രാഹിം നബി എത്തിയതിന്റെ കാരണമാണ് ഷാക്കിർ അല്ലി അൻഹുമി, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന പ്രവാചകൻ എന്ന്. വളരെ കഷ്ടപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് പോയതെങ്കിലും ആ കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ചപ്പോഴും അള്ളാഹുവിന് ശുക്റുള്ളൊരു ജീവിതമായിരുന്നു, അള്ളാഹുവിന് മനസ്സ് സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിലേക്ക് എത്താനുള്ള കാരണം ഇബ്രാഹിം നബി തന്നെ വിശദീകരിച്ചതുപോലെ ഇബ്രാഹിം നബിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഈമാനിന്റെ ശക്തിയായിരുന്നു അത്. അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന വാക്ക് കേവലമായൊരു വാക്കായിരുന്നില്ല, അത് ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഒരു ബോധ്യപ്പെടലായിരുന്നു. അത് വിശ്വാസമായിരുന്നില്ല, അത് ഉറപ്പായിരുന്നു. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അത് വിശ്വാസമായിരുന്നില്ല, അത് ഉറപ്പായിരുന്നു. നമ്മൾക്കൊക്കെ പലപ്പോഴും വിശ്വാസമാണുള്ളത് എന്നതുകൊണ്ട് അതിന്റെയൊക്കെ ഗുണമേ ജീവിതത്തിൽ കാണുന്നുള്ളൂ. അത് ഉറപ്പ് എന്ന ഒരർത്ഥത്തിൽ മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിപ്ലവങ്ങൾ സംഭവിക്കും. വിശ്വാസം എന്ന് നമ്മൾ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന, അത് ഉറപ്പ് എന്ന ഒരർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങാനും ഇറങ്ങിയാൽ ജീവിതത്തിൽ വിപ്ലവങ്ങൾ സംഭവിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറിപ്പോകും,
നമുക്ക് പ്രധാനമെന്ന് തോന്നിയതൊന്നും പ്രധാനമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. വലുതെന്ന് തോന്നിയതൊന്നും വലുതല്ല എന്ന് തോന്നും. എപ്പോ? ഈമാൻ നമുക്ക് ഉറപ്പ് എന്നൊരർത്ഥത്തിൽ വരുമ്പോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചത്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ വിശദീകരിച്ചു, മാ വഖറ ഫിൽ ഖൽബ്, മാ വഖറ ഫിൽ ഖൽബ്, അത് കൽബിൽ ഉണ്ടാകുന്ന ഒരു വഖാറത്താണ്. വഖാറത്ത് എന്ന വാക്കിന് പരിഭാഷ നൽകാൻ വളരെ പ്രയാസമാണ് മലയാളത്തില്. അറബി അറിയുന്നവർക്കൊക്കെ അറിയാം. വഖാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്രതയാണ്, ഒരു പേടിയാണ്, ഒരു കാവലാണ്, അങ്ങനെയൊക്കെ പറയാം. വാപ്പ അടുത്തുണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു മാഷ് പ്രിൻസിപ്പൾ അടുത്തുണ്ടാകുമ്പോ കുട്ടിക്കുണ്ടാകുന്ന ഒരു ജാഗ്രതയുണ്ട്. വാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും വാപ്പാന്റെ മുന്നിൽ വെച്ച് പറയൂല. എത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വാപ്പാന്റെ മുന്നിൽ വെച്ചിട്ട് ചെയ്യൂല, മാഷ മുന്നിൽ വെച്ചിട്ട് ചെയ്യൂല, പ്രിൻസിപ്പൾ അടുത്തുണ്ടെങ്കിൽ ചെയ്യൂല. അതെന്തുകൊണ്ടാണ്? അതൊരു വഖാറത്താണ്. ഈമാൻ എന്നതിനെ റസൂൽ വിശദീകരിക്കുകയാണ്. അത് വഖാറത്താണ്, അതൊരു ജാഗ്രതയാണ്. അപ്പൊ നമ്മളോട് ഒരാളിവിടെ വന്നിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് വിശ്വാസമല്ലല്ലോ, അത് ഉറപ്പാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് വിശ്വാസമല്ല, ഉറപ്പാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്നുള്ളത് വിശ്വാസമല്ല, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു അള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമല്ല, അത് ഉറപ്പാണ്. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തില് അള്ളാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമല്ല, അത് ഉറപ്പായിരുന്നു. മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ച് ശത്രുക്കൾ പരിഹസിച്ച് ചിരിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുണ്ടായിരുന്നതും വിശ്വാസമല്ലത്, അതൊരു ഉറപ്പായിരുന്നു. സന്ധിബന്ധങ്ങളിലെല്ലാം ആണി തറച്ചിട്ട് കുരിശില് ചോരയിൽ കുളിച്ച് മലർന്നു കിടക്കുമ്പോഴും ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പാട്ടുപാടിയ പാവം ഹുബൈബ് ബിൻ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ? അത് ഉറപ്പായിരുന്നു. മലഞ്ചെരുവിലെ ഒരു ചെറ്റക്കുടിലില് പാതിരാ നേരത്ത് പാലിൽ വെള്ളം ചേർക്കാൻ മകളോട് ഉമ്മ പറയുന്ന ഒരു രംഗമുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ആ മകള് ഉമ്മയോട് പറയാണ്, മോള് ഉമ്മയോട് പറയുന്ന, ഉമ്മ ഈ പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാല് അത് ഖലീഫ ഉമർ കണ്ട് അറിഞ്ഞു കഴിഞ്ഞാല് തല പോകുന്ന കേസാണ്. അപ്പൊ ആ ഉമ്മ പറയാണ്, ഖലീഫ ഉമർ എങ്ങനെയാണ് ഈ പാതിരാത്രിയിൽ അതറിയാ? എങ്ങനെയാണ് ഈ പാതിരാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തി നോക്കുമോ ഉമർ എന്ന് ചോദിച്ചപ്പോ ആ പിഞ്ചു ബാലിക ഉമ്മയോട് പറഞ്ഞ രണ്ടാമത്തെ ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്തായിരുന്നു? ഉമ്മ, ഉമർ അറിയില്ലെങ്കിലും ഉമറിനെയും നമ്മളെയും ഒക്കെ പഠിച്ച ലോകരക്ഷിതാവ് ഇതറിയുകയില്ല എന്ന്. ആ പാപം പെൺകുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് വിശ്വാസമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് വിശ്വാസമല്ലല്ലോ, അതൊരു ഉറപ്പാണ്. ആ ഉറപ്പ് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും നെഞ്ചിന്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾക്ക് ഇവിടെ തൊട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവിടെ എത്തേണ്ടവരാണ് നമ്മൾ. ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരുമാണ്. ആ ഒരു ഉറപ്പുള്ള ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല സഹോദരന്മാരെ. എങ്ങനെ ചെയ്യാൻ കഴിയാ? ഈമാനിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരു പാപം ചെയ്യാൻ കഴിയൂല. അയാളുടെ കൈകൾ വിറക്കും, അയാളുടെ മനസ്സ് പിടക്കും, അയാളുടെ കണ്ണുകൾ നിറയും. ഒരു തിന്മ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, ഒരു ഹറാമ് കീശയിലേക്ക് ഇടാൻ അയാൾക്ക് കഴിയൂല, ഒരു പാപത്തിലേക്ക് വഴി നടക്കാൻ അയാൾക്ക് കഴിയില്ല. അയാളുടെ മനസ്സ് പിടയും, അയാളുടെ നെഞ്ച് ഇടറും. കാരണം അയാളുടെ ഉള്ളിലുള്ള ആ ഈമാനിന്റെ ബോധ്യപ്പെടലാണത്. അത് വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറഞ്ഞത് കേവലമായൊരു സംഗതിയാണ്. അതിനിങ്ങനെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല. വിശ്വാസമല്ല, അതൊരു ബോധ്യപ്പെടലാണ്. ആ ബോധ്യപ്പെടൽ ഉള്ളിലുള്ള ഒരാൾക്ക് ശത്രുക്കൾ ഒരുക്കിയ തീക്കുണ്ടാരത്തിന് നേരെ നടന്നു നീങ്ങാൻ കഴിയും, യാതൊരു സംശയവുമില്ല. ആ ഈമാനിന്റെ ഉറപ്പ് ഉള്ളിൽ ലഭിച്ച ഒരാൾക്ക് ആർത്തലച്ചു വരുന്ന ശത്രുക്കൾ പിറകിലുണ്ടായിരിക്കുമ്പോഴും മുന്നിൽ പാരാവാരം പോലെ നിറഞ്ഞു നിൽക്കുന്ന കടലിന്റെ നേരെ പാഞ്ഞടുക്കുവാൻ കഴിയും. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം. ആ ഈമാൻ ഉള്ളിലുള്ള ഒരാളെ അള്ളാഹു രക്ഷിക്കും, യാതൊരു സംശയവും വേണ്ട. അള്ളാഹു രക്ഷിക്കും. കിണറ്റിലേക്ക് വീണുപോയ ഇരുമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിണറ്റിലേക്ക് ഇറങ്ങണമെന്നില്ല. ഒരു കാന്തം കിണറ്റിലേക്ക് ഇറക്കിയാൽ മതി, ആ കാന്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരുമ്പ് മുകളിലേക്ക് വരുന്നത് കാണാം. ഇതുപോലെ അള്ളാഹു നമ്മളെ രക്ഷിക്കും. എത്ര വലിയ പടുകുഴികളിലേക്ക് വീണാലും
ഈമാനിന്റെ കാന്തശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. അള്ളാഹു നമ്മളെ രക്ഷിച്ചിരിക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആരെയാണ് രക്ഷിക്കുക? സൂറത്ത് തലാഖിൽ അല്ലാഹു പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു മഖ്റജ് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, ഒരു വഴി അല്ലാഹു കാണിച്ചു കൊടുക്കും. ആ വഴി അള്ളാഹു തുറന്നിട്ടിരിക്കും. എല്ലാ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞാലും ഒരു ജനൽ നമ്മൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ടാവും. ആ ജനലിലൂടെ രക്ഷപ്പെടാൻ അല്ലാഹു പറയണത്. ഈ വാതിലിൽ പോയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് കാലം കഴിക്കണ്ട. ഒരു ജനൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും. യാതൊരു സംശയവും വേണ്ട. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചവനായ അള്ളാഹു പറയാണ്, അങ്ങനെ രക്ഷിക്കാൻ, മുഹ്സിനീങ്ങൾ അങ്ങനെ രക്ഷിക്കാൻ അള്ളാഹു ഉണ്ടാകുന്നു. യൂനുസ് നബിയെ തിമിംഗലത്തിന്റെ വയറിൽ നിന്ന് രക്ഷിച്ചവനാണ് അള്ളാഹു. ആ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ വിളിക്കുന്നത് 3 ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്നാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വനാദാ ഫില്ലുലുമാത്ത്, 3 ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്ന് യൂനുസ് പ്രാർത്ഥിച്ചു. ഏതാണ് 3 ഇരുട്ട്? ഒന്ന് രാത്രിയുടെ ഇരുട്ടാണ്, മറ്റൊന്ന് കടലിന്റെ ഇരുട്ടാണ്, മൂന്നാമത്തെ ഇരുട്ട് തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിലുള്ള ഇരുട്ടാണ്. എത്ര ശക്തമായ ഇരുട്ടായിരിക്കും! ആ ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്ന് എന്റെ അടിമ എന്നെ വിളിച്ചു. ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ആലിമീൻ, ഞാൻ തെറ്റുകാരനായി പോയി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? വനജ്ജൈനാഹു മിനൽ ഗമ്മ്, വേറൊന്നും പറഞ്ഞില്ല. വനജ്ജൈനാഹു മിനൽ ഗമ്മ്, ആ വിഷമത്തിൽ നിന്ന് യൂനുസിനെ നാം രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ ഒക്കെ നാം അങ്ങനെ രക്ഷിക്കും. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാളെ കാക്കാൻ, രക്ഷിക്കുവാൻ അള്ളാഹു ഉണ്ടാവും. അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാനൊരു സംഭവം പറയാം. 6 മക്കളുള്ള ഒരു ഉമ്മ, 6 മക്കള്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. 6ാമത്തെ കുട്ടിക്ക് 1.5 വയസ്സേ പ്രായമുള്ളൂ. ആ സമയത്ത് നല്ല കാറ്റും മഴയുള്ളൊരു ദിവസം. കാറ്റും മഴയൊക്കെ ഒന്ന് അമർന്നപ്പോ ആ ഉമ്മ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് വിറക് ശേഖരിക്കുന്നു, അതുപോലെ പട്ട ശേഖരിക്കുന്നു. ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൊട്ടി വീണ കരണ്ട് കമ്പിയിൽ കാല് തട്ടിയിട്ട് ആ ഉമ്മ പെടഞ്ഞു വീണ് മരിച്ചു. 6 മക്കളെ, പിഞ്ചു മക്കളെ ബാക്കിയാക്കിയിട്ട് കാറ്റും മഴയും കളിതമാശകളുമില്ലാത്ത മറ്റൊരു സന്ദർഭത്തിലേക്ക്, ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ആ ഉമ്മ തിരിച്ചുപോയി. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ചെറിയ കുട്ടിക്ക്. ആ കുട്ടിയുടെ കരച്ചിലായിരുന്നു പിന്നെ ആ വീട് നിറയെ. മുലപ്പാല് കിട്ടാത്തൊരു കുട്ടിയുടെ കരച്ചിൽ എത്ര ശക്തമായിരിക്കുമെന്ന് നമുക്കറിയാം. ഉമ്മയുടെ ചൂട് തട്ടിയാൽ മാത്രം കരച്ചിൽ നിർത്തുന്ന പ്രായമാണ് ആ കുട്ടിയുടെ പ്രായം. ഉമ്മയുടെ സ്ഥാനത്ത് പിന്നെ ഉള്ളത് വല്യമ്മയാണ്, വാപ്പാന്റെ ഉമ്മ. വാപ്പാന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തയായൊരു ഉമ്മയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൗഹീദിലേക്ക് വരാനും അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിക ആദർശം മനസ്സിലാക്കാനും കഴിഞ്ഞ ഭാഗ്യവതിയായൊരു വല്യമ്മയായിരുന്നു. ആ വല്യമ്മയാണ് പിന്നെ ഈ കുട്ടിയെ നോക്കിയത്. വല്യമ്മ പാതിരാവുകളിൽ ഉണർന്നിരുന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കാന്നറിയോ? അള്ളാഹുവെ, എന്റെ കുഞ്ഞിന് ഒരു പക്വത വരുന്നത് വരെ എന്നെ നീ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകരുത് എന്നാ പ്രാർത്ഥിക്കുക. അത്ര മതി. എന്റെ കുട്ടിയൊന്ന് ഓന്റെ കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യുന്ന ഒരു സമയം വരെ എന്നെ നീ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് ആ വല്യമ്മ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും. ആ വല്യമ്മക്ക് അള്ളാഹു ഒരു സമ്മാനം കൊടുത്തു. എന്താണ് സമ്മാനം എന്നറിയോ? ആ വല്യമ്മ 70 വയസ്സിലേറെ പ്രായമുള്ള ആ വല്യമ്മയുടെ നെഞ്ചിൽ നിന്ന് മുലപ്പാല് കിനിയാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കോ? ആ വല്യമ്മയ്ക്ക് മുലപ്പാല് വരാൻ തുടങ്ങി. ആ കുഞ്ഞ് മുലപ്പാല് കുടിക്കാൻ തുടങ്ങി. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം ആ വല്യമ്മ എന്റെയും വല്യമ്മയായിരുന്നു. എന്റെ എളാപ്പാന്റെ കുട്ടിയാണ് ആ കുട്ടി. ആ കുട്ടിക്ക് ഇന്ന് 35 വയസ്സുണ്ട്. അവന് ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. വല്യമ്മ 26 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വിട ചോദിച്ചു പോവുകയും ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത്? അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. തീയിനെ തണുപ്പാക്കി മാറ്റിയവർ അള്ളാഹുവില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തവക്കുലിന്റെ മുന്നിൽ കടുത്ത ചൂടുള്ള തീയിനെ തണുപ്പാക്കി മാറ്റിയ ഒരു അള്ളാഹു. ആ തണുപ്പിൽ നിന്ന് തണുത്ത് വിറച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി വരുന്നൊരു രംഗം മനസ്സിന്റെ കോണിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചുട്ടു തിളക്കുന്ന തീയിൽ നിന്ന് തണുത്ത് വിറച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി വരുന്നൊരു രംഗം. ആ കയറി വരുന്നത്
ഒരു സച്ചരിതനായ മുഅ്മിനാണ്. ഈമാനിന്റെ ഊർജവും ഇന്ധനവും ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന ഒരാൾക്ക് എത്ര വലിയ അഗ്നി പരീക്ഷകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. ഫറോവയുടെ സൈന്യമാണ് പിറകില്, മുന്നിൽ പാരാവാരം പോലെ പടർന്നു കിടക്കുന്ന കടലാണ്. ആ കടലിനെ അള്ളാഹു പിളർത്തിയില്ലേ? ഇതൊരു ചരിത്ര വസ്തുതയല്ലേ? ആ പിളർത്തിയത്, അള്ളാഹു കടലിനെ പിളർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈമാനിന്റെ അതിശക്തമായ പിൻബലം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറിൽ നിന്ന് രക്ഷിച്ചവനായ അള്ളാഹു, തീനെ തണുപ്പാക്കി മാറ്റിയവനായ അള്ളാഹു ഈ സംഭവം എന്തിനാ നമുക്ക് പറഞ്ഞിരുന്നത്? എവിടെയും തോൽക്കേണ്ടി വരൂല എന്നാണ്. എവിടെയും അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു, തകർന്നു പോകേണ്ടി വരില്ല, അള്ളാഹു നിങ്ങളെ കോരിയെടുക്കും എന്ന്. അള്ളാഹു നമ്മളെ കോരിയെടുക്കും. ജിദ്ദയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളിലേക്ക് വഴിപ്പെട്ടു പോയ ഒരാളാണ്. നിങ്ങളുടെ ജില്ലക്കാരനാണ് എന്നാണ് എന്റെ ഓർമ്മ. ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെറുപ്പകാലങ്ങളിലൊക്കെ വഴി വിട്ടു പോവുകയും അങ്ങനെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാപ്പ ഗൾഫിലേക്ക് കയറ്റി അയച്ചതാണ്. എല്ലാ വേണ്ടാത്തരങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാപ്പ ഗൾഫിലേക്ക് നാട് കടത്തിയതാണ്. ഗൾഫിൽ ചെന്നപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് ഇവിടെ വാപ്പാന്റെയും ശല്യമല്ലല്ലോ എന്നാണ്. അങ്ങനെ കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളിലേക്ക് അയാൾ എത്തിപ്പെട്ടു. അതിനിടക്കാണ് ഒരു സുഹൃത്തിൽ നിന്ന് ഖുർആന്റെ പരിഭാഷ കിട്ടുന്നത്. അങ്ങനെ വെറുതെ ഖുർആൻ വായിക്കാൻ തുടങ്ങിയെന്ന അദ്ദേഹം പറയാണ്, ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഖുർആൻ എനിക്കുള്ളതാണ് എന്ന്. ഇന്ന് അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചാല്, ഒരു 5 മിനിറ്റ് നേരം അദ്ദേഹം സംസാരിച്ചാല് ഒരു 2 ആയത്തെങ്കിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞെന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ അത്രയും ഖുർആനിന്റെ ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്ന് ഈ നിതാഖാത്തിന്റെ ശക്തമായ പ്രശ്നമുള്ളൊരു സമയമാണ്. ആ സമയത്ത് അവിടെ പോയ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, എന്റെ കുറെ സുഹൃത്തുക്കൾ വല്ലാതെ പേടിയോടുകൂടി പറയും, നിതാഖാത്തിന്റെ ദുരന്തത്തെക്കുറിച്ച് പറയും. ഞാൻ അവരോട് എന്താ പറയാന്നറിയോ? ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊള്ളുന്ന വസ്ത്രവും ഒരു ജോഡി ചെരുപ്പുമായിട്ട് ജിദ്ദ എയർപോർട്ടിൽ വന്നിറങ്ങിയവനാണ് ഞാൻ. ഇന്ന് എന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ വീട് എത്ര വലുതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ വാപ്പയും ഉമ്മയും 2 പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ കാരണം ഞാനായിരുന്നു. എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഹജ്ജ് ചെയ്യാൻ ഞാൻ അവസരം ഉണ്ടായി കൊടുത്തില്ലേ? അള്ളാഹു അതിന് ഭാഗ്യം നൽകിയില്ലേ? വീടുണ്ടായില്ലേ? സുഖങ്ങൾ ഉണ്ടായില്ലേ? മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ലേ? എത്ര വലിയ നിതാഖാത്ത് വന്നാലും എന്നെ കോരിയെടുക്കാൻ എന്റെ റബ്ബുണ്ടാവും. അന്ന് എന്നെ രക്ഷിച്ചവനായ റബ്ബ് ഏതാണോ ആ റബ്ബ് ഇപ്പോഴും എന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഈമാനുണ്ടല്ലോ, ആ ഈമാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രതിസന്ധികളിൽ തകരാത്ത കരുത്തുള്ള ഒരു ഈമാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പകർന്നു കിട്ടുന്നത്. ബാക്കിയൊക്കെ അതിന്റെ ഭാഗമാണ്. ത്യാഗം അതിന്റെ ഭാഗമാണ്. അർപ്പണം അതിന്റെ ഭാഗമാണ്. ആ ഈമാൻ ഉള്ളിൽ നിറയുന്ന ഒരാള് തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി മകന്റെ കഴുത്തിൽ കത്തിവെക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയുള്ളൊരു ഈമാൻ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണത്. ആ ഉള്ളിലുള്ള ഈമാനിന്റെ ഫലമായിരുന്നു അത്, കേവലമായൊരു പ്രവൃത്തിയായിരുന്നില്ല അത്. അപ്പൊ ആ ഈമാൻ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് നമ്മൾക്ക് ഒന്നാമതായി പകർന്നു കിട്ടുന്ന സന്ദേശം. നമ്മൾക്ക് നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്താണോ അതാണ് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജീവിതത്തിലെ പ്രതിസന്ധികളായിരുന്നു കൂടുതൽ, സുഖങ്ങളും സന്തോഷങ്ങളും കുറവായിരുന്നു. ബൈബിള് പറയണത് 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്മായിൽ എന്ന കുട്ടിയുണ്ടായത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ പ്രവാചകന് ഏറ്റവും വലിയ സന്തോഷം ആ കുട്ടിയെടുക്കും, ഒരു സംശയമല്ല. ആ ഏറ്റവും പ്രിയങ്കരമായ ആ മകനെയാണ് അള്ളാഹു ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് നമ്മൾക്ക് ആവശ്യമില്ലാത്തതല്ല, നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നുന്നത് എന്താണോ അതാണ് പടച്ചോന് വേണ്ടത്. മനസ്സിലായോ? നമ്മൾ ചില ആളുകളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ പറയും പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം, എന്നെ കൊണ്ട് പോരാൻ പറ്റില്ല എന്ന് പറയും. അവരുടെ സാഹചര്യം എങ്ങനെ ആയിരിക്കും? അവർ പറയും പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം, അവിടെ കൊടുക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. അതൊരു വലിയ കാര്യമാണ്, നിസ്സാരാക്കാൻ വേണ്ടി പറയണല്ലോ. പക്ഷെ നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് സമയമില്ല എന്ന് പറയും. അയാളുടെ പൈസ അള്ളാഹ്ക്ക് വേണ്ട, അയാൾക്ക് പോലും ആവശ്യമില്ലാത്ത എന്തിനാണ് പഠിച്ചോന്? അയാൾക്ക് സമയമാണ് പ്രധാനം. അതുകൊണ്ട് അള്ളാഹുവിന് ആവശ്യ സമയമാണ്. എന്നാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നുന്നത് എന്താണോ അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്നത് വരെ ആ ഈമാനിന്റെ പദവിയിലേക്ക് നമ്മൾ എത്തൂല. ഇസ്മായിൽ എന്ന കുഞ്ഞ് ഇബ്രാഹിം നബിക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയല്ല,
ഒരേ ഒരു കുട്ടിയാണ്. കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ അല്ല അള്ളാഹു ചോദിച്ചത്, ഒരേ ഒരു കുട്ടിയാണ് ചോദിച്ചത്. ആ പിഞ്ചു കുഞ്ഞിന്റെ കൊഞ്ചലും കൗതുകവും കാണാൻ ആ വാപ്പയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭാര്യ പ്രസവിച്ച ഉടനെ ഗൾഫിൽ പോയ ഒരാളോട് ചോദിച്ചാൽ മതി അതിന്റെ സങ്കടം. ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടി ഉണ്ടായ ഉടനെ അള്ളാഹ് എന്താ ചെയ്തത്? ആ കുട്ടിയെയും വാപ്പയെയും തമ്മിൽ അകറ്റുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു വാപ്പയും മോനും തമ്മിലുള്ള ബന്ധമല്ല. ഇബ്രാഹിം നബി എന്ന പിതാവിൽ നിന്ന് ഇസ്മായിൽ എന്ന മകൻ എത്രയോ ദൂരെയാണ്, കാണുന്നില്ല തമ്മില്. അപ്പൊ സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. സ്നേഹം കൂടാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ചെയ്തത്. അത്രയധികം സ്നേഹം നിറഞ്ഞു കവിഞ്ഞ ആ പിതാവിനോടാണ് പറയുന്നത് മകനെ ബലിയറുക്കണമെന്ന്. കഴിയോ? സാധാരണ ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമല്ല. ഇത് പുരാണമല്ല, ഇത് ചരിത്രത്തിന്റെ വെളിച്ചമുള്ള സത്യമാണ്. അപ്പൊ അത്രയധികം സ്നേഹം നിറഞ്ഞു കവിഞ്ഞ മനസ്സുള്ള ആ പിതാവിനോടും അള്ളാഹു പറയാണ് മകനെ അറുക്കണമെന്ന്. ആലോചിച്ച് നോക്കൂ. ഭാര്യയെയും മകനെയും മക്ക മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോരുമ്പോ അള്ളാഹു പറയുന്നുണ്ട് അവരെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. അവരവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോരുമല്ലോ, അങ്ങനെ പോരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്താ തിരിഞ്ഞു നോക്കിയാല് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുകളും ആ പ്രിയതമയുടെ കണ്ണുകളും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയ പിതാവാണ് പിന്നെ വരുന്നത് എത്രയോ കാലത്തിന് ശേഷം. ആ കുട്ടി ഒന്ന് ഓടാനും ചാടാനൊക്കെ തുടങ്ങിയ സമയത്താണ് ആ വാപ്പ പിന്നെ മക്കയിലേക്ക് വരുന്നത്. എന്തിനാ വരുന്നത്? ഇനി മതി, നമുക്ക് വീട്ടിക്ക് പോകാന്ന് പറയുന്നല്ല, ഇനി മതി, ഇനി ഈ കുട്ടിയെ ബലി അറുക്കണം എന്ന് പറയണം. കൊടുക്കാൻ കഴിയും ആ ഉമ്മക്ക്? ഇതിനു വേണ്ടിയാണോ ഈ വെയിലത്ത് ഞാൻ അവനെ വളർത്തിയത്? ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് സഹായിക്കാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും ഒരു മനുഷ്യനില്ലാതെ കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ വളർത്തിയത് കൊണ്ടുപോയി കൊല്ലാനായിരുന്നോ എന്ന് ആ ഉമ്മ ചോദിച്ചിട്ടില്ല. കാരണം ആ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചോര തന്നെയാണ് ഇസ്മായിലിന്റെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, നിങ്ങളോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം. ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങളോട് എന്താണോ ഉപ്പ അല്ലാഹു കൽപ്പിച്ചത് നിങ്ങളത് ചെയ്തോളൂ. നിങ്ങൾ എന്നെ കാണുന്നത് സബറുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. ആ കുട്ടി പറയുകയാണ്, കാരണം ആ വാപ്പയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമായിരുന്നില്ല അത്. ആ കുട്ടി വളർന്നത് ഉമ്മയോടൊപ്പമായിരുന്നു. ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമായിരുന്നു. ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവായിരുന്നു. ആ ഉമ്മയിൽ നിന്ന് താരാട്ടുപാട്ടുകളുടെ കൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനിന്റെ പാഠങ്ങളായിരുന്നു. ഉമ്മയായിരുന്നു ആ കുട്ടിയുടെ പാഠശാല. ഉമ്മയായിരുന്നു ആ കുട്ടിക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. പൂവിനെ കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചും പവിഴക്കുറ്റിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകളെ കുറിച്ച് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ ഉമ്മ പറഞ്ഞു കൊടുത്തിരുന്നു ദയാലുവായൊരു പടച്ചതമ്പുരാനെ കുറിച്ച്. അതുകൊണ്ട് ആ റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ള ആ കുട്ടി പറയാണ്, ആ പിഞ്ചു കുട്ടി പറയാണ്, വാപ്പ നിങ്ങളോട് എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് നിങ്ങളത് ചെയ്തോളൂ. നമുക്ക് അള്ളാഹിനെ കുറിച്ച് നമ്മുടെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളല്ല, മദ്രസയിലെ ടീച്ചറും മാഷായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഗുണമൊക്കെ കാണുള്ളൂ. നമ്മൾ അതില് പരാതിപ്പെട്ടിട്ട് കാര്യമല്ല. നമ്മളാണ് നമ്മുടെ കുട്ടിയൊക്കെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, നമ്മളാണ് നമ്മുടെ കുട്ടിയൊക്കെ അന്നം വാങ്ങിക്കൊടുക്കുന്നത്, നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ നമ്മളല്ല നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളല്ല നമ്മുടെ കുട്ടികൾക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് വേറെ ചില ആളുകൾ നമ്മളെ ഏൽപ്പിച്ചു. സഹാബികളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൊല്ലാക്കയുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു പാഠശാലയിലേക്ക് മക്കളെ ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കാൻ അവർ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു? എന്തുകൊണ്ട് പറഞ്ഞയച്ചില്ല? മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് പോലെ വാപ്പന്റെയും ഉമ്മയുടെയും ചുമതലയാണ് ദയാലുവായൊരു പടച്ചതമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കല് എന്നവർക്ക് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം ആ തലമുറയിൽ കാണാൻ കഴിഞ്ഞു. പാതിരാവിൽ ഉണർന്നിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കൾക്ക് അധികം ഖുർആൻ ക്ലാസ്സൊന്നും കേൾപ്പിക്കേണ്ടി വരില്ല. അവരുടെ ജീവിതത്തിൽ അതിന്റെ ഗുണം ഉണ്ടാവും. അപ്പം വീടിനേക്കാൾ വലിയൊരു പാഠശാലയില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹാജിറ എന്ന ഉമ്മയാണ് ചരിത്രത്തിൽ മറ്റൊരു വലിയ അധ്യായം. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഒരുപാട് പറയും, ഇസ്മായിൽ എന്ന കുട്ടിയെക്കുറിച്ചും പറയും. എന്നാൽ അവിടെ വേറെ ഒരു സാന്നിധ്യമില്ലേ? അതാരാണ്? അത് ഹാജിറ ബീവിയാണ്. ആരാണവര്? ഒരു പ്രവാചകയൊന്നും അല്ല. അത് ഒരു പ്രവാചകയല്ലല്ലോ അവര്. ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ്. സാധാരണക്കാരി എന്ന് പറഞ്ഞാലും പോരാ,
സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. കാരണം ഒരു അടിമ സ്ത്രീയായിരുന്നു അവർ. ഒരു രാജാവിന്റെ കീഴിൽ അടിമയായി കഴിയുന്ന കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും സാറാ ബീവിയും ആ രാജാവിന്റെ രാജ്യത്തിലൂടെ പിന്നെ ഒരു സന്ദർഭത്തിൽ സഞ്ചരിക്കുന്ന ചരിത്രമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഹദീസുണ്ട്. സാറാ ബീവിയോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു രാജ്യത്തിലൂടെ പോകുകയായിരുന്നു. അപ്പൊ ആ രാജ്യത്തുള്ള രാജാവിന് ഒരു വൃത്തികെട്ട ശീലമുണ്ട്. എന്താണ്? ഒരു സ്ത്രീയെ കണ്ടാല് ആ സ്ത്രീ ഒരാളുടെ ഭാര്യയാണ് എങ്കിൽ അയാൾക്ക് സ്വന്തമാക്കണം. അതാണ്, ഒരാളുടെ ഭാര്യയാണ് എങ്കിൽ അയാൾക്ക് സ്വന്തമാക്കണം, പിന്നെ വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ സാറാ ബീവിനെ കുറിച്ച് പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. അതാണ് ഇബ്രാഹിം നബി ജീവിതത്തിൽ പറഞ്ഞ ഒരു കള്ളം. നമ്മൾ കേട്ടിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ വന്നുപോയ 3 കള്ളമുണ്ട്. 3 സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയായിരുന്നില്ല. വലിയ വലിയ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. എന്നിട്ട് ശഫായത്തിന് വേണ്ടി ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അഭ്യർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ 3 നുണകൾ പറഞ്ഞിട്ടുണ്ട്, സത്യമല്ലാത്ത 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെനിക്ക് അർഹതയില്ല. അതിലൊരു കള്ളം ഇതാണ്. എന്ത്? ഒരു ജീവൻ രക്ഷിക്കാനാണ് അത് പറഞ്ഞത്. ഇതെന്റെ ഭാര്യയല്ല, എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാജാവുമായുള്ള സൗഹൃദം ഉണ്ടാവുന്നുണ്ട്. ആ രാജാവ് സാറാ ബീവിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനമാണ് എന്ത്? ഹാജിറ എന്ന അടിമ. അങ്ങനെയാണ് ഹാജിറ ബീവി ചരിത്രത്തിലേക്ക് കാലുവെക്കുന്നത്. അവിടം മുതലാണ് ഹാജിറ ബീവി ചരിത്രത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ സാറാ ബീവിക്ക് കിട്ടിയ ആ സമ്മാനം സാറാ ബീവി മക്കൾ ഉണ്ടാവാത്തത് കൊണ്ട് ഭർത്താവിന് സമ്മാനമായി കൊടുത്തു. സാറാ ബീവിക്ക് മക്കൾ ഉണ്ടാകാത്തത് കൊണ്ട് ഭർത്താവിന് ആ അടിമ സ്ത്രീയെ സമ്മാനമായി കൊടുത്തു. നീഗ്രോവതിയായ ഒരു അടിമ സ്ത്രീയായിരുന്നു ഹാജിറ ബീവി. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, അവർക്കൊരു പേരില്ലായിരുന്നു. ശരിയായൊരു പേര് അവർക്കില്ലായിരുന്നു. നിങ്ങൾ ഹദീസ് എടുത്തു നോക്കൂ, ഹദീസിലൊക്കെ കാണാൻ കഴിയും ഉമ്മു ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിന്റെ ഉമ്മ എന്നറിയാം, പേര് പറയില്ല. കാരണം ഹാജിറ എന്നുള്ളത് അവരുടെ പേരായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹാജിറ എന്ന് പറഞ്ഞാൽ ഹിജ്റ വന്നവൾ എന്നല്ലേ? ഇറാഖിലെ ബാബിലോണിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ വന്നു. അതുകൊണ്ട് ഹാജിറ എന്ന പേര് ബൈബിളിൽ ആഗാർ എന്നാ പറയുന്നത്. ജി എന്നുള്ളത് ആഗാർ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നതാവാം. ആഗാർ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഹദീസിലൊക്കെ കാണുന്നത് ഹാജിറ എന്നതിന് പകരം ഉമ്മു ഇസ്മായിൽ എന്നാണ്. കാരണം പേരില്ലായിരുന്നു. പേരില്ലാത്തതിന്റെ കാരണം അവർ അടിമയായിരുന്നു എന്നുള്ളതാണ്. അടിമകൾക്ക് എവിടെ പേര്? യജമാനൻ എന്താണോ വിളിക്കുന്നത് അതാണ് പേര്. ഉടമ എന്താണോ കൊടുക്കുന്നത് അതാണ് വസ്ത്രം. ഉടമ എന്താണോ സമ്മാനിക്കുന്നത് അതാണ് ഭക്ഷണം. സ്വന്തമായ സ്വതന്ത്രമായ യാതൊരു തീരുമാനവുമില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഹാജിർ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഹാജിർ ഇന്നെവിടെയാണ്? ആ ഹാജിറ ബീവി ഇന്ന് ചരിത്രത്തിന്റെ മുകളിലാണ്, ചരിത്രത്തിന്റെ ഉള്ളിലല്ല. ചരിത്രം സൃഷ്ടിച്ച സ്ത്രീയാണ്. സൊഫയെ കുറിച്ചും മറുവയെ കുറിച്ചും അല്ല പറഞ്ഞ എന്താണ്? ഇന്ന സൊഫ വൽ മറുവത്ത മിൻ ശആഇരില്ല. സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. സൊഫയും മറുവയും അള്ളാഹിന്റെ ചിഹ്നങ്ങളാണ്. 2 പാറക്കെട്ടുകളാണത്. ആ 2 പാറക്കെട്ടുകൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും ഒരു പ്രവാചകൻ അതിലൂടെ സഞ്ചരിച്ചതുകൊണ്ടല്ല. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീവർഗങ്ങളുടെ പ്രതിനിധിയാണ് ഹാജർ. സ്ത്രീയാണ്, പച്ചയായ ഒരു സ്ത്രീയാണ്, സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. ആ സാധാരണക്കാരിയായ ഒരു പാവ ഉമ്മ സ്വന്തം പിഞ്ചു കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് സൊഫയിലൂടെയും മറുവയിലൂടെയും ഓടി നടന്നു എന്നുള്ള കാരണം കൊണ്ട് സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. എന്തിനാ ഓടിയത്? സ്വന്തം കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി. അവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമെന്നറിയാൻ വേണ്ടി. എന്തേ മുലപ്പാലില്ലായിരുന്നോ? മുലപ്പാലില്ലായിരുന്നു ആ ഉമ്മക്ക്. പ്രസവിച്ച ഉടനെയാണല്ലോ വന്നത്. എന്നിട്ട് എന്തേ മുലപ്പാലില്ലാതെ പോയി? ആ പൊരി വെയിലത്ത് അതുപോലും വറ്റിപ്പോയിരുന്നു. അതാണ് ചരിത്രം. അവിടെയാണ് നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ചും ഇസ്മായിൽ നബിയെ കുറിച്ചും മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ ഒരു സാന്നിധ്യമുണ്ട്, അത് ഹാജിറയാണ്. ഹാജിറ ബീവി എന്ന വലിയൊരു സാന്നിധ്യം. ഇബ്രാഹിം നബിക്ക് പ്രതിസന്ധികളുടെ പൊരിവെയിലില് പ്രണയത്തിന്റെ തണൽമരമായി തീർന്ന ഹാജിറ എന്ന വലിയൊരു മാമരമുണ്ട്. അവിടെ നിന്നുകൂടിയാണ് നമ്മുടെ ചരിത്ര വായന ആരംഭിക്കേണ്ടത്. ഹാജിറ ബീവി വെറുമൊരു സ്ത്രീയായിരുന്നില്ല, ചരിത്രം സൃഷ്ടിച്ച സ്ത്രീയായിരുന്നു. പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു ഉമ്മ ഇറാഖ് മുതൽ മക്കയിലേക്ക് വരെ നടക്കാണ്. എത്ര വേണ്ടിവരും? മാസത്തോളം വേണ്ടിവരും, ആഴ്ചകളോളം വേണ്ടിവരും. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് നടക്കുകയാണ്. ഇബ്രാഹിം നബി
അലൈഹിസ്സലാം ധീരനായ നല്ല കരുത്തുള്ള ഒരു പുരുഷനാണെന്ന് വിചാരിക്കാം. ഇസ്മായിൽ എന്ന കുട്ടി, ആ കുട്ടിയെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ഉമ്മയോ പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്ത ഉമ്മ, അതും ആദ്യ പ്രസവത്തിന്റെ എല്ലാ ആകുലതകളും എല്ലാ ആധിയുമുള്ള ഒരു സ്ത്രീ. അവരാണ് അത്രയും ദൂരം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീ ആദ്യമായിട്ട് പ്രസവിച്ചാൽ അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10 കുപ്പി നെയ്യ് എങ്ങനെങ്കിലുമൊക്കെ അവരുടെ വയറ്റിലേക്ക് ആക്കണം എന്നാണ് അത്രേ പറയാം. അത് ചോറായിട്ടും പലഹാരമായിട്ടും എങ്ങനെയായാലും 10 കുപ്പി നെയ്യ് മിനിമം അവരുടെ വയറിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രയാസം സഹിച്ച ആളല്ലേ, അത്രയധികം രക്തം വാർന്നൊഴുകിയ പ്രവർത്തനമല്ലേ ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട സ്ത്രീയായിരുന്നില്ലേ ഹാജറ ബീവി. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഇതിഹാസമായത്. ഹാജറ ബീവി ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളെ എല്ലാം നേരിടാൻ തയ്യാറായതിന്റെ ഒരൊറ്റ കാരണമുണ്ട്. ആ കാരണം എന്തായിരുന്നു? ഭർത്താവിനെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു വിഷയമാണ്. ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതല്ല, അതിനേക്കാളേറെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാ. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താഗ്രഹിക്കുന്നത്? സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ മനസ്സിലാക്കലല്ലേ. മനസ്സിലാക്കലിൽ നിന്നാണ് സ്നേഹം പോലും ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രവൃത്തിയിൽ നിന്നാണ് സ്നേഹം പോലും ഉണ്ടാകുന്നത്. വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ട്, ബ്രസീലിൽ എഴുതപ്പെട്ട സഹീർ എന്ന് പറഞ്ഞ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അതെഴുതിയത്, പൗലോ കൊയ്ലോ എന്ന് പറയും. പൗലോ കൊയ്ലോയുടെ ആ നോവലിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഒരാൾ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര പോവാണ്. അതാണ് നോവലിന്റെ പ്രമേയം. അങ്ങനെ ഭാര്യയെ എത്ര അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകയാണ്. അങ്ങനെ ഏതൊരു യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് പിന്നെ ആളെ കാണാനില്ല. അപ്പൊ ആ ഭാര്യയെ തേടി പോവുകയാണ് ഭർത്താവ്. എസ്തർ എന്നാണ് ഭാര്യയുടെ പേര്. ഒരു സന്ദർഭത്തിൽ ആ ഭർത്താവ് പറയുന്നുണ്ട്, എന്റെ എസ്തർ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തേടി വരും. നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ നിന്നെ അന്വേഷിച്ചു വരും. അതിന്റെ കാരണം എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട്. അല്ലാത്തൊരു വാക്കാണത്. ഹാജറ ബീവിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സിദ്ധാന്തമാണത്. ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാളേറെ ഭർത്താവിനെ മനസ്സിലാക്കിയും ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കൂടുതലുണ്ടായിരുന്നത് എങ്കിൽ മക്കയിൽ നിന്ന് ആ ഭർത്താവിനെ ആ ഭാര്യ പറഞ്ഞയക്കില്ലായിരുന്നു, കൈപിടിക്കുമായിരുന്നു, പോകരുത് എന്ന് പറയുമായിരുന്നു, അല്ലേ? പക്ഷെ മനസ്സിലാക്കിയിരുന്നു, അതുകൊണ്ട് പോകാൻ തയ്യാറായി. മനസ്സിലാക്കിയിരുന്നു, അതുകൊണ്ട് ഇറാഖിൽ നിന്ന് മക്ക വരെ നടക്കാൻ തയ്യാറായി. മനസ്സിലാക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് വാപ്പാന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഇനി ആ കുട്ടിയെ കാണുമ്പോ ഉടല് വേറെ തല വേറെ ആയിരിക്കും. എന്നാലും ആ ഉമ്മ അതിന് തയ്യാറായി. എന്തുകൊണ്ട്? മനസ്സിലാക്കിയിരുന്നു. ഒരാൾക്ക് വേണ്ടത് അതാണ്, ഒരു ഭാര്യയ്ക്ക് വേണ്ടത് അതാണ്. അതന്നെയാണ് സാധാരണ പുരുഷന്മാർ പറയാറുണ്ട്, ഭാര്യ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. സത്യത്തിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവം സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒഴിവ് ദിവസമില്ലാത്ത അധ്വാനമാണ് അവരുടെ അധ്വാനം. ഒഴിവ് ദിനമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഏതൊരു ഭാര്യയും വീട്ടില്. അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം അവരെത്ര ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് കൂടെ ഇരിക്കാൻ അവരെത്ര ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരുടെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കാൻ അവരെത്ര കൊതിക്കുന്നുണ്ട്. എന്നിട്ട് എത്ര സമയം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ വീതിക്കുന്ന സമയവും നമ്മുടെ ഇണയ്ക്ക് വേണ്ടി നമ്മൾ വീതിക്കുന്ന സമയവും ഒന്ന് എടുത്തു നോക്കൂ. നമ്മുടെ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കാൻ എടുക്കുന്ന സമയവും ഭാര്യയോട് ഫോണിൽ സംസാരിക്കാൻ എടുക്കുന്ന സമയം ഒന്ന് എടുത്തു നോക്കൂ. നമ്മുടെ മെസ്സേജ് ബോക്സ് ഒന്ന് എടുത്തു നോക്കൂ ഫോണിൽ. അതിൽ ഭാര്യയ്ക്ക് എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ടാവും? സ്നേഹപൂർവ്വം ആ ഭാര്യ കൊതിക്കുന്ന ഒരു വാക്ക് നമ്മൾ ആ ഫോണിലൂടെ ഒന്ന് കൈമാറിയിട്ടുണ്ടാവുമോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുന്ന ആളും കേൾക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട്? നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വിപ്ലവങ്ങൾ സംഭവിക്കും, ജീവിതത്തിൽ വിപ്ലവങ്ങൾ സംഭവിക്കും, ബന്ധങ്ങളിൽ വിപ്ലവങ്ങൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ നിന്നുള്ള പാഠം അതാണ്, ഭർത്താവിനെ മനസ്സിലാക്കി എന്നുള്ളത്. ഹാജറ ബീവി ലോകത്ത് എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ പ്രതിനിധിയാണ്. സ്ത്രീക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യത്തിന്റെ അളവ് ഹാജറ ബീവിക്ക് നൽകിയ പ്രാധാന്യത്തിലുണ്ട്. സഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ് അവിടെ ആദരിക്കപ്പെടുന്നത്. നിസ്സാരമായൊരു കാര്യമല്ലത്. സഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ ആദരിക്കപ്പെടുന്നത് സ്ത്രീവർഗമാണ്. ഉമ്മ എന്ന ഒരു പദവിക്ക് അള്ളാഹു നൽകിയ മഹത്വം എത്ര വലുതാണ്.
ഉമ്മ എന്ന ഒരു പദവിയാണത്. ആ പദവി ഇല്ലാത്ത കാലമായിരുന്നു അറബികളുടെ ആദ്യഘട്ടം. പ്രവാചക തിരുമേനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ജീവിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം കുഴിച്ചു മൂടപ്പെട്ടിരുന്ന പെൺകുട്ടികൾ ആ കാലത്തുണ്ടായിരുന്നു. എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല, ചില ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. കുഴിച്ചു മൂടപ്പെടാമായിരുന്ന 10,000-കണക്കിന് പെൺകുട്ടികൾക്കാണ് ഇസ്ലാം ജീവൻ നൽകിയത്. ബാക്കിയൊക്കെ പിന്നെയല്ലേ. ജീവൻ നൽകുകയാണ് ചെയ്തത്, ജീവിക്കാൻ അനുമതി നൽകുകയാണ് ചെയ്തത്. ഒരാൾ കോഴിനെ വാങ്ങിയിട്ട് കോഴിനെ അറുക്കുമ്പോൾ നമ്മളാരും പിടിച്ചു വെക്കാറില്ല, അല്ലേ? കാരണം അയാൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയ കോഴിയാണ്, അയാൾ അറുത്തോട്ടെ, നമുക്ക് എന്താണ്. ഇതായിരുന്നു അന്ന്. ഒരാൾ അയാളുടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂലായിരുന്നു. കാരണം അയാളുടെ മകളാണ്, അയാൾക്ക് കുഴിച്ചു മൂടാം. അങ്ങനെ തടയാൻ, എതിർക്കാൻ ഒരു നിയമമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിയമം കൊണ്ടുവന്നു. അവിടെയാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പ്രാധാന്യം. അതൊക്കെ മറ്റൊരു വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ സ്ത്രീവർഗത്തിന് വിശുദ്ധ ഖുർആൻ നൽകിയ വലിയൊരു പദവിയുണ്ട്. പഠിക്കുന്ന ആള് ഭർത്താവ്, അതാണ് സംസ്കൃതത്തിൽ അർത്ഥം. ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരുണ്ടായിരുന്നു പറയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിച്ച സ്ത്രീകളുടെ കണക്കല്ലത്. പിന്നെന്താണ്, അദ്ദേഹം ഭരിച്ച നാട്ടിൽ 16,000 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവരായിട്ട് 16,008 പേരുണ്ടായിരുന്നു. അതാണ് സൗജ എന്ന വാക്കിനർത്ഥം. ഖുർആനിൽ ഇണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിക്ക് പ്രയോഗിച്ചത് സൗജ എന്നാണ്. അതിന്റെ അർത്ഥം ഭാര്യ എന്നാണോ? നമ്മളവരെ ഭരിക്കുന്നുണ്ടോ? നമ്മൾ അവരെ ഭരിക്കുന്നില്ല, അവര് നമ്മളെയും ഭരിക്കുന്നില്ല. കൂട്ടുത്തരവാദിത്തമാണ് ഇസ്ലാമിൽ. ഒരാൾക്ക് ഉന്നതമായ പദവിയൊന്നുമില്ല, ഒരാൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് പുരുഷന്, അത്രയേ ഉള്ളൂ. പുരുഷൻ ഉത്തരവാദിത്തം എന്തിനാണ്? ഈ സ്ത്രീയെ കൂടി സംരക്ഷിക്കാനാ, അല്ലാതെ അവളെ ചവിട്ടിത്താഴ്ത്താനല്ല. അത് പ്രകൃതിയിൽ തന്നെ ഉള്ളൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് കയറിയാൽ ഉമ്മ പറയും മക്കളെ ബാപ്പാനെ വിളിക്കുന്ന പറയാം. ഒരു വാപ്പയും മക്കളെ എമ്മാനെ വിളിക്കുന്ന പറയില്ലല്ലോ. വാപ്പ അല്ലെങ്കിൽ പുരുഷന് പ്രകൃതിയിൽ തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി ഇസ്ലാം നൽകിയ ചില കടമകൾ, ബാധ്യതകൾ എന്ന നിലക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൂട്ടുത്തരവാദിത്തമാണ്, അത്രയേ ഉള്ളൂ. പലപ്പോഴും കൂട്ടുത്തരവാദിത്തമല്ല ഉള്ളത്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാര്യയുടെ മനസ്സും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭാര്യയുടെ മനസ്സും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ മനസ്സും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിന്റെ മനസ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഭാര്യയ്ക്ക് ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യണം, ഓഫീസിലുള്ള ജോലികളും ചെയ്യണം. ആ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ചിന്തകളാണ്. ഭർത്താവിന് അങ്ങനെ യാതൊരു ചിന്തയില്ല. അയാൾക്കറിയാം ഭക്ഷണം മുന്നിൽ വരുമെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല. ഈ വീട്ടിൽ ഭാര്യ ചെയ്യേണ്ട ജോലികളായിട്ട് പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട ജോലികളാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തു നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം എടുത്തു നോക്കൂ. അടുക്കളയിൽ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ്. എത്രയോ തിരക്കുകളുടെ ഇടയിലും ഭാര്യമാരെ സഹായിച്ചിരുന്നു. കാരണം ഭാര്യമാർക്കായിട്ട് പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല. ഇത് ഇസ്ലാമിന്റെ വലിയ ഒരു സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്തമാണ്. ഇണ എന്ന വലിയൊരു പദവിയിലേക്ക് സ്ത്രീയെ കൊണ്ടുവന്നു. ഇതാ നദറ അഹദുൻ ഇലംറഅതിഹി വ നദറത് ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിമാ നദറതൻ റഹ്മ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക, ഒരാൾ ഒരു പുരുഷന് അവന്റെ പെണ്ണിനെ എങ്ങനെ നോക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഇതാ നദറ അഹദുൻ, ഒരാൾ അവന്റെ പെണ്ണിനെ എങ്ങനെ നോക്കുന്നു, അവൾ അവനെയും നോക്കുന്നു. എന്നാലോചിച്ച് നോക്കൂ, ആ നോട്ടത്തിന് അവർക്ക് മാത്രം അറിയുന്ന ഒരർത്ഥമുണ്ട്, പരിഭാഷപ്പെടുത്താൻ കഴിയാത്ത ഒരർത്ഥം, മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാത്ത നോട്ടമാണത്. അങ്ങനെ അവർ പരസ്പരം ഒന്ന് പ്രണയാർദ്രമായി പരസ്പരം നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? നദറല്ലാഹു തആല ഇലൈഹിമാ നദറതൻ റഹ്മ, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം അവരുടെ രണ്ടുപേരുടെ മേലുണ്ടാവുന്നു. വൈദാ അഖദ ബികഫിഹ, സലാം പറഞ്ഞിട്ടൊന്ന് കൈയെടുത്താൽ, ആർക്ക്? ഭാര്യക്ക്. നമ്മുടെ പെണ്ണിന് നമ്മൾ സലാം പറഞ്ഞിട്ടൊന്ന് കൈ കൊടുത്താൽ, പരസ്പരം കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചാൽ, തസാഖത്തത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസ്സാബിഹിമാ, അവരുടെ വിരലിന്റെ ഇടയിലൂടെ പാപങ്ങൾ പോകുന്നു. ആലോചിച്ച് നോക്കൂ, സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടല്ല ഇതിനെ വായിക്കേണ്ടത്. സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ആലോചിച്ചിരുന്ന കാലമാണത്. അതൊരു മനുഷ്യജീവിയാണ് എന്ന് പോലും സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്ന്. ഒരു കുട്ടിയുടെ ജന്മത്തിൽ ഉമ്മാക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിശ്വസിച്ച ആളുകളായിരുന്നവര്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കുട്ടിക്ക് വളരാനുള്ള ഗർഭപാത്രം ഉമ്മാന്റെ വയറ്റിലാണ് എന്നല്ലാതെ ഒരു കുട്ടിയുടെ ജന്മത്തില്
മാതാവിനൊരു പങ്കുമില്ല എന്ന് വിശ്വസിച്ച ആളുകളായിരുന്നു അവരോടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, വാപ്പയിൽ നിന്ന് മാത്രമല്ല ഉമ്മയിൽ നിന്ന് കൂടിയാണ്. അതിനുകൂടി വേണ്ടിയിട്ടാണ് ആയത്തിറക്കിയത്. വാപ്പയിൽ നിന്ന് മാത്രമല്ല ഉമ്മയിൽ നിന്ന് കൂടിയാണ്, ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ഒരു ഉമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടിവീണ ഉടപ്പിറപ്പുകളാണ് മനുഷ്യരെ നിങ്ങൾ. സ്ത്രീ എന്ന ഒരു പദവിക്ക് ഖുർആൻ നൽകിയ മഹത്തരമായ ഔന്നത്യം എത്ര വലുതാണ് എന്നതിന്റെ ഒരു സൂചനയാണ് ഹാജറ ബീവിക്ക് നൽകിയ പ്രാധാന്യം. ഹാജറ ബീവി നടന്നു എന്ന കാരണം കൊണ്ട് സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളായി മാറി. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള അതിമഹത്തരമായ മറ്റൊരു സന്ദേശം എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞല്ലോ. നിയമത്തുകളിൽ ഏറ്റവും വലിയ നിയമത്ത് എന്താണ് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നിയമത്ത് എന്താണ്? നമ്മൾ മുസ്ലിമായി എന്നല്ലേ, വേറെന്താ? നമ്മൾ മുസ്ലിം അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമായിരുന്നോ? ഈ മതം അന്വേഷിച്ച് പഠിച്ച് നമ്മൾ എത്തുമായിരുന്നോ? എന്നാലോചിച്ച് നോക്കൂ. വിദൂരമാണ് അതിന്റെ സാധ്യത. നമ്മൾ ഈ മതത്തിലല്ല ജനിച്ചത് എങ്കിൽ, ജനിച്ചതല്ലാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. നമ്മൾ ഈ മതത്തിലല്ല ജനിച്ചതെങ്കിൽ ഈ മതത്തിലെത്താൻ നമുക്ക് കഴിയുമായിരുന്നു. നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിയമത്ത് എന്താണ്? ഒരു മുസ്ലിമായി ജനിക്കാൻ കഴിഞ്ഞു എന്നാ. എന്തൊക്കെ പോരായ്മകൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും മുസ്ലിമിന് പാടില്ലാത്ത പലതും ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴും നമ്മളൊരു മുസ്ലിമാണ്. ഒരു മുസ്ലിമായി തീരാൻ കഴിയും നമുക്ക് ഏതൊരു നിമിഷവും. ഒരാൾക്ക് മുസ്ലിമായി തീരാൻ കഴിയും. പാപങ്ങളൊക്കെ വരാം, പാളിച്ചകളൊക്കെ സംഭവിക്കും. അള്ളാഹ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മഹാപാപങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ. സൂറത്തു നിസായിലെ 31 വചനമാണ് എന്നാണ് എന്റെ ഓർമ്മ. ഇൻ തജ്തനിബൂ മിൻ കബായിറ മിനൽ ഇസ്മ, വൻ പാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരായത്താണ്. നമ്മുടെ ഒരു പ്രസംഗത്തിൽ നമ്മളിത് കേൾക്കൂല, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇങ്ങനത്തെ ആയത്തുകളൊന്നും പറയൂല, പേടിപ്പിക്കലാണ് ആളുകളെ. യാതൊരു വകയില്ല രക്ഷപ്പെടാൻ എന്നുള്ള കോലത്തിലാ പറയാ. അള്ളാഹ് പറയാണ്, ഇൻ തജ്തനിബൂ കബായിറ മിനൽ ഇസ്മ. അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അത് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. നിങ്ങൾ കബായിറ ഇസ്മ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങൾ, ആ മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയാൽ നുക്കഫിർ അൻകു സയ്യിആതികും, മറ്റുള്ള പാപങ്ങളുണ്ടല്ലോ, പോരായ്മകൾ, ചെറിയ തിന്മകൾ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മായ്ച്ചു തരാം. വനുദ്ഖിലുക്കും മുദ്ഖലൻ കരീമ, വലിയ ഒരു പദവിയിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യാം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. അപ്പൊ മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് തന്നെ എന്തൊക്കെ പാപങ്ങളിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ പാപം പരിഹരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അങ്ങനെ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മഹാഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിഅമത്തിന് എങ്ങനെ നമ്മൾ ശുക്ർ ചെയ്തു എന്ന് അത് നമ്മൾ ആലോചിക്കണ്ടേ. അവിടെയാണ് ദഅവത്ത് പ്രധാനമായൊരു വിഷയമായി വരുന്നത്. ഇസ്ലാമിൽ ആരാണ് ദഅവത്ത് നടത്തേണ്ടത്? ഇസ്ലാമിനെ കുറിച്ച് ആരാണ് പറയേണ്ടത്? ആർക്കും പറയാം. അതറിയുന്ന ഒരാൾക്ക് പറയാം. പൗരോഹിത്യം എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇസ്ലാമിലില്ല. പ്രീസ്റ്റ്ഹുഡ് അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല. ക്രൈസ്തവ മതത്തിലുണ്ട്. ക്രൈസ്തവ സഹോദരന്മാർക്കിടയിൽ പൗരോഹിത്യം ഉണ്ട്. പൗരോഹിത്യം ഉണ്ട് എന്ന് മാത്രമല്ല, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അച്ഛന്മാരുണ്ട്, അച്ഛന്മാരുടെ മുകളിൽ ബിഷപ്പുമാരുണ്ട്, ബിഷപ്പുമാരുടെ മുകളിൽ കർദിനാൾമാരുണ്ട്, അവരുടെ മുകളിൽ പാപ്പയുണ്ട്, മാർപ്പാപ്പ. അങ്ങനെ പല പല തട്ടുകളിലായിട്ട് പൗരോഹിത്യമുണ്ട്. ഇസ്ലാമിലില്ല. അങ്ങനെ പൗരോഹിത്യം കൊണ്ട് കേടുവന്ന മതങ്ങളുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈ മതത്തിൽ പൗരോഹിത്യമില്ല. ഈ മതത്തിൽ പൗരോഹിത്യമില്ല. ആരാ നിസ്കരിക്കാൻ ഇമാമ നിൽക്കേണ്ടത്? ഖുർആൻ അറിയുന്ന ആർക്കും നിൽക്കാം. അതൊരു MLA ആകാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, ഒരു പത്രപ്രവർത്തകനാകാം, ഒരു കർഷകനാകാം, ഒരു ടാക്സി ഡ്രൈവറാകാം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാകാം, ഒരു വിദ്യാർത്ഥിയാകാം, ആർക്കോ നമുക്കറിയുന്നല്ലേ ഇത്. ആരാ വെള്ളിയാഴ്ച പ്രസംഗിക്കേണ്ടത്? ഇതുപോലെ തന്നെ ആർക്കും പറ്റും. അത് ഒരു വിഷയം ആളുകളുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന, നന്നായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആർക്കും, അതൊരു MLA ആകട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, ഒരു രാഷ്ട്രീയക്കാരനാകട്ടെ, ഒരു വില്ലേജ് ഓഫീസർ ആവട്ടെ, ഒരു ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആർക്കും പറ്റും. ആരാണ് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കേണ്ടത്? ആ മരിച്ച ആളോട് ഏറ്റവും നല്ല ബന്ധമുള്ളത് ആരാണോ അയാള്. ആരാണ് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്? നമ്മൾ. ആരാണത് ഏറ്റുവാങ്ങേണ്ടത്? ആ ചെറുക്കൻ. ആരാണ് അവിടെ ആളുകൾക്ക് ഉപദേശം നൽകേണ്ടത്? അവിടെയുള്ള ആ വരനും വധുവിനും മറ്റുള്ളവർക്ക് ഉപദേശം നൽകേണ്ട ആരാണ്? ആ വധുവിന്റെ രക്ഷിതാവ്.
എവിടെയാണ് പൗരോഹിത്യം? നിങ്ങൾ പറയൂ. പൗരോഹിത്യത്തിനൊരു കസേര ഇസ്ലാമിലില്ല. അതാണ് ഈ മതത്തിന്റെ പ്രത്യേകത. പക്ഷേ പൗരോഹിത്യം ഉണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയുമാണ്. പൗരോഹിത്യത്തിന്റെ പകിട്ടു കൊട്ടാരങ്ങളിൽ ചുരുണ്ടുകൂടിയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട്. പൗരോഹിത്യത്തിന്റെ ചെങ്ങലക്കെട്ടുകളിൽ തടഞ്ഞിടപ്പെട്ട ഒരു കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട്. അവിടെ രക്ഷപ്പെട്ടവരാണ് നമ്മൾ. പൗരോഹിത്യം എവിടെയുണ്ടോ അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടും. യാതൊരു സംശയവും വേണ്ട. അള്ളാഹ് വിളിക്കേണ്ടടുത്ത് വേറെയുള്ള ആളുകൾ വിളിക്കും. ഒരു മുസ്ലിം കിടക്കയിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അള്ളാഹിനോട് അള്ളാഹ്ക്ക് ശുക്ർ പറയാണ്. എത്ര വലിയ സാരവത്തായ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണത്. അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിലേക്ക് ഇടതുകാല് വെച്ചിട്ട് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ശല്യങ്ങളിൽ നിന്ന്, ചീത്ത വിചാരങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്റാനക അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്ക് സ്തുതി, എനിക്ക് നീ പുറത്തു തരണമേ. അത്രയും നേരം അള്ളാഹിനെ ഓർത്തിട്ടില്ല, അതുകൊണ്ടാണത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ അത്ര നേരം ഇല്ലല്ലോ, അതുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. എന്നിട്ട് സുബ്ഹ് ആ സുബ്ഹ് നിസ്കാരത്തിൽ മുഴുവനും അല്ലാ 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 റബ്ബന 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 ഇതല്ലേ പറഞ്ഞത്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയവും പറയുന്നത് മുഴുവനും റബ്ബന റബ്ബന റബ്ബന. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ ഒന്നാമത്തെ കവിളി ചുണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മുസ്ലിം പറയുന്നത് എന്താണ്? ബിസ്മില്ലാ, ഇത് നൽകിയവനെ നിന്റെ നാമത്തിൽ. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. വെള്ളം നൽകിയവനെ, അന്നം നൽകിയവനെ, എന്നെ മുസ്ലിമാക്കിയവനെ നിനക്ക് സ്തുതി. ഒക്കെ കഴിഞ്ഞിട്ട് അയാളുടെ ഭാര്യ ഓടി വന്ന് പറയണം, അപ്പുറത്തൊരു ഓട്ടോറിക്ഷ കുത്തിയിട്ട് ഒരു കുട്ടിക്ക് പരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ, വലിയ പരിക്കുണ്ട്, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് പറയും? ആ ഞെട്ടലിൽ ഇയാൾ എന്ത് പറയും? മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം എന്ത് പറയും? സംശയിക്കണ്ട, അല്ലല്ലാത്ത ഒരാളുടെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആരോടുള്ള വിരോധം കൊണ്ട് പറയണല്ല, സത്യമാണ്. ഇത്രയും നേരം അയാൾ അള്ളാനെയാണ് വിളിച്ചത്. കാരണം ആ വിളികളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാ? അള്ളാന്റെ ഹബീബാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ അയാളൊരു പേര് വിളിച്ചല്ലോ, ആ പേര് അയാൾക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? അവിടെയാണ് പൗരോഹിത്യം. അത് പൗരോഹിത്യം പഠിപ്പിച്ചതാ. അവിടെയാണ് ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ പ്രബോധനം നിർവഹിക്കേണ്ടത് ആരാണ്? അറിവുള്ളവർക്കൊക്കെ അത് ചെയ്യാം. അറിവ് തികഞ്ഞവരുടെ ജോലിയല്ലത്, അറിവുള്ളവരുടെ ജോലിയാണ്. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു ഡിഗ്രിയുടെ ആവശ്യമില്ല. ബല്ലഗ മിന്നി വലൗ ആയ, അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. എന്റെ അടുത്ത് നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എത്ര കാലം നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാള്, 10, 30, 40 കൊല്ലം നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാള്, നമ്മുടെ കടയിൽ ജോലി ചെയ്ത ഒരാള്, അല്ലെ, നമ്മുടെ കൂടെ ജീവിച്ച ഒരാള്, നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരാള് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും. ആകാശത്തിന് ചുവട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും നമ്മൾ. അവരെ ദീനിൽ കൂട്ടാനല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, അത് അവരുടെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. ഫമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഒരു ഡ്യൂട്ടി എന്താണ്? ഇത് എത്തിച്ചു കൊടുക്കല. നമ്മുടെ കയ്യിൽ നല്ല ഒരു വിത്തുണ്ട്, നമുക്കതിന് പറ്റിയ നല്ല പാടവുമുണ്ട്, നമ്മുടെ കിണറ്റിൽ നല്ല വെള്ളവുമുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണുമുണ്ട്. ഈ വിത്ത് നമ്മുടെ പത്തായത്തിന്റെ ഉള്ളിലാണ്, മണ്ണ് അവിടെ തന്നെ ഉണ്ട്, വെള്ളം നമ്മുടെ കയറ്റിലുണ്ട്. വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. എന്നാൽ ആ വിത്ത് കൊടുത്തിട്ട് ആ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് വെള്ളം തെളിച്ചു കൊടുത്ത് നോക്കൂ, നല്ല ഒരു കതിരിങ്ങനെ മുളച്ചു പൊന്തുന്നത് കാണാം. ഇതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. നല്ല മണ്ണുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. അത് ഈ ദീനിനെ കുറിച്ച് അറിയാത്തവരാ, അവർക്ക് ഈ വിത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ലഘുലേഖ മതിയാകും, ഒരു CD കേൾപ്പിച്ചു കൊടുത്താൽ മതിയാകും, ഒരു പുസ്തകം ഒന്ന് കൈമാറിയാൽ മതിയാകും, ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ മതിയാവും. ബാക്കി അവരുടെ ജോലിയാണ്, അത് നമ്മുടെ ജോലിയല്ല. സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്ത് എടുത്തു നോക്കൂ, നമുക്കൊക്കെ അറിയൂലേ അത്. സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്ത് അല്ലാഹ് എന്താ പറയുന്നത്? വനക്തുബു മാ ഖദ്ദമു വ ആസാറഹു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തുന്നത്, പിന്നെയോ അതിന്റെ റിസൾട്ടുകളും രേഖപ്പെടുത്തുന്നുണ്ട്. റിസൾട്ടുകൾ എന്താന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരാൾക്കൊരു പുസ്തകം കൊടുത്തിട്ടുണ്ടാവും, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട്. അയാളത് വായിച്ചു നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അയാൾ വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വരും, അയാൾ യാദൃച്ഛികമായി ഈ പുസ്തകം കാണും. അയാൾക്കൊരു പക്ഷേ ഈ പുസ്തകം വെളിച്ചം നൽകിയിട്ടുണ്ടാവും. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിന്റെ റിസൾട്ട് എന്ന്.
നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കണ്ണടച്ചാലും നമ്മൾക്കറിയാത്ത കണ്ണുകൾ അത് വായിക്കുന്നുണ്ടാവും. നമ്മളറിയാത്ത ഹൃദയങ്ങളെ ആ പുസ്തകത്തിലെ വരികൾ സ്വാധീനിക്കുന്നുണ്ടാവും. ഇതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഇസ്ലാമിക ലോകം ആരുടെ കയ്യിലാണെന്നറിയോ? മൊല്ലാക്കന്മാരുടെയും മൗലവിമാരുടെയും കയ്യിലല്ല. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന ഇസ്ലാമിൻ്റെ ചുണക്കുട്ടികളുടെ കയ്യിലാണ്. അവരാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിക്കുന്നത്. നിസ്സാരമായൊരു കാര്യമല്ലത്. നമ്മുടെ പുറത്ത് നടക്കുന്നതിനേക്കാൾ ഇസ്ലാമിക ദഅവത്ത് നടക്കുന്ന എവിടെയെന്നറിയോ? ഇന്റർനെറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ഇത് ആരെ കേൾക്കുക? നമ്മൾ കേൾക്കും. എന്നാൽ നമ്മുടെ ഒരു കുട്ടി അവൻ്റെ മൊബൈൽ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കമ്മ്യൂണിറ്റിയിലേക്ക് അവനത് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്താൽ എത്ര ലക്ഷങ്ങളാണത് കാണുക, എത്ര ലക്ഷങ്ങളാണ് അത് കേൾക്കുക, എത്ര കാലമാണ് അത് കേൾക്കുക നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം അതതിൻ്റെ ഉള്ളിലുണ്ടാവും. അതാണ് നമ്മുടെ കുട്ടികൾക്ക് സാധ്യതകൾ വർദ്ധിച്ചു എന്ന്. പണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഒരു സ്റ്റേജ് വെക്കുക, അങ്ങാടിയിലുള്ള 10-50 ആളുകളെ അത് കേൾപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്കോ ജനലക്ഷങ്ങൾക്ക് ഇത് കൈമാറാൻ കഴിയും. അവിടെയാണ് നമ്മുടെ മക്കൾ ഇബ്രാഹിം നബിയുടെ മകനായി ഇസ്മായിലുള്ളതുപോലെ നമ്മുടെ ചോരയിൽ നിന്നൊരു കുഞ്ഞ് ഈ മതത്തിന്റെ പ്രചാരകനായി വേണമെന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഏതെങ്കിലും ഒരു കോളേജിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളതല്ല. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൻ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അവന്റെ ടേസ്റ്റിനനുസരിച്ച് അവൾ എന്തോ ആകട്ടെ, അപ്പോഴും അവരൊരു നല്ല പ്രബോധകയാവുക എന്നുള്ളതാണ്. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ല. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉണ്ട് ഇന്ന് IT പ്രൊഫഷണൽ രംഗങ്ങളിൽ. അവരാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത്. ബ്രിട്ടനിലെ ഭരണാധികാരിയായിരുന്ന ടോണി ബ്ലെയറിന്റെ ഭാര്യയുടെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവരുടെ പേര് ലോറൻ ബൂത്ത് എന്നാണ്. ലോറൻ ബൂത്ത് ഒരു പത്രപ്രവർത്തകയാണ്. സാധാരണക്കാരിയായൊരു വീട്ടമ്മയല്ല. ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തകയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇന്ന് ഇസ്ലാമിക ലോകം മുഴുവനും അവരെ കാത്തിരിക്കുകയാണ് ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് എടുത്തിട്ട് ലോറൻ ബൂത്തിന്റെ സ്പീച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ലോറൻ ബൂത്ത് മനോഹരമായി ഖുർആനും ഹദീസും ഇസ്ലാമിക ചരിത്രവും പറഞ്ഞു തരികയാണ്. ഇസ്ലാമിനെ കുറിച്ച് വശ്യമനോഹരമായി വിശദീകരിച്ചു തരികയാണ്. ആര്? ടോണി ബ്ലെയറിന്റെ ഭാര്യയുടെ സഹോദരി. കഴിഞ്ഞ വർഷത്തെ യൂറോപ്പിലെ ഏറ്റവും നല്ല ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാങ്ക് റിബറി, ഫുട്ബോളർ ഓഫ് ദി ഇയർ, യൂറോപ്പിൽ ഏറ്റവും നല്ല കളിക്കാരനായി, കഴിഞ്ഞ തവണത്തെ കളിക്കാരനായി ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഫ്രാങ്ക് റിബറി. ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രഞ്ച് ക്ലബിൽ വന്ന ആളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ലോകകപ്പ് കളിച്ച ആളാണ്. ഫ്രാങ്ക് റിബറിയുടെ പേരെന്താണെന്നറിയോ? ഇന്ന് ഫ്രാങ്ക് റിബറി എന്നല്ല, അദ്ദേഹത്തിന്റെ പേര് ബിലാൽ റിബറി എന്നാണ്. ഫ്രഞ്ചിന്റെ ടീം ക്യാപ്റ്റൻ ആരാണ്? തിയറി ഹെൻറിയാണ്. തിയറി ഹെൻറി ഇന്ന് മുസ്ലിമാണ്. നേപ്പാളിലെ പ്രമുഖയായ ചലച്ചിത്ര നടിയായിരുന്ന പൂജ ലാമ, അവരുടെ പേര് ഇന്ന് അംന ഫാറൂഖി എന്നാണ്. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അഹമ്മദ് മുനീർ എന്നൊരു ചെറുപ്പക്കാരന്റെ പ്രബോധന പ്രവർത്തനത്തിലൂടെയാണ് പൂജ ലാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 2 മണിക്കൂർ നേരം ഫ്ലൈറ്റ് വൈകി ഖത്തറിലേക്ക് പോകുമ്പോൾ ആ 2 മണിക്കൂർ നേരം എയർപോർട്ടിൽ ഇവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2 മണിക്കൂർ നേരം കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിനെ അഹമ്മദ് മുനീറിന് ദുരുപയോഗം ചെയ്യാമായിരുന്നു. പക്ഷെ ആ 2 മണിക്കൂർ നേരം ഇസ്ലാമിന്റെ ആ ചുണക്കുട്ടി പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ആകാശ ലോകങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല കാര്യമാണ്. പൂജാലാമക്ക് പറഞ്ഞു കൊടുത്തു, ഒരല്ലാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പൂജാലാമ ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു വന്ന് പത്രക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി എന്റെ പേര് പൂജാലാമ എന്നല്ല എന്ന്. മഫ്തയണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി എന്റെ പേര് അംന ഫാറൂഖിയാണ് എന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? 11 മാസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൽ നടന്നതാ. എന്താ അവിടെ സംഭവിക്കുന്നത്? ആരാണ് ഇസ്ലാമിനെ കൊണ്ടുകൊടുക്കുന്നത്? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന പ്രബോധകരാ. ആരാന്റെ ഔദാര്യത്തിന് കാത്തിരിക്കുന്നവരല്ല. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരുടെ കയ്യിലാണ് ഇന്ന് ഇസ്ലാമിക പ്രബോധനം. എന്ന് പറഞ്ഞാൽ നിലവാരമുള്ള ആളുകൾ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ ഇസ്ലാമിനൊരു നിലവാരം ഉണ്ടാവും. പണ്ടത്തെ കാലം അങ്ങനെയായിരുന്നില്ല. ഒരു മുതലാളി ഉണ്ടാവും, ആ മുതലാളിന്റെ കീഴിൽ ഒരു പള്ളി ഉണ്ടാവും, ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ടാവും, ഒരു മൂല്യരുണ്ടാവും. ആ മൂല്യർ പറയുന്നത് മുഴുവനും ഈ മുതലാളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. മുതലാളിയെ തെറ്റിക്കുന്നൊന്നും മൂല്യർ പറയില്ല. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു. അവിടെയാണ് പൗരോഹിത്യവും മുതലാളിത്തവും ഒരുപോലെ കൈകോർത്തിട്ട് ഇസ്ലാമിനെ കയ്യിൽ വെച്ചിരുന്നൊരു കാലത്തു നിന്നൊക്കെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെയാണ് ഇസ്മായിൽ നമ്മുടെ സ്വപ്നമായി മാറേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെയാണ് നമുക്ക് മാതൃകയാക്കി തന്നത്. ഒറ്റ വ്യക്തിയായിരുന്നില്ല.
ഒരു കുടുംബത്തെ സംസ്കരിക്കുകയും ആ കുടുംബത്തെ ലോകത്തിന് മുഴുവനും സംഭാവനയായി സമർപ്പിക്കുകയും മഹത്തരമായ ഒരു മാതൃകയായി 6000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് ജീവിക്കുന്ന നമ്മുടെ മനസ്സിലും ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും സാറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഒളിമങ്ങാത്ത ഓർമ്മയാണ്. ഒളിമങ്ങാത്ത ഓർമ്മയായി ബാക്കിയാകുന്നതിന്റെ കാരണം അവർ നമുക്ക് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ആ ദൗത്യം തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിനെ ഒരേ വിധം ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളുകയും അതിൻ്റെ പ്രതിഫലനമായി നമ്മൾക്ക് ലഭിച്ച ഈ വെളിച്ചത്തെ ഒരാൾക്കെങ്കിലും എത്തിച്ചു കൊടുക്കുകയും അത്രയേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെയാണോ എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ. അള്ളാഹുവിന്റെ റസൂല് രാജാക്കന്മാർക്ക് കത്തെഴുതിയിട്ടുണ്ട്. റസൂലിന് എഴുതാൻ കഴിയില്ല, വേറെ ആളുകളെ കൊണ്ട് എഴുതിക്കും. ചന്തയിൽ പോയിട്ട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ദഅവത്ത് ചെയ്യും. ഈ ചന്തയിൽ പോയിട്ട് ദഅവത്ത് നടത്തിയതുപോലല്ല രാജാക്കന്മാർക്ക് കത്തെഴുതുക. രാജാക്കന്മാർക്ക് കത്തെഴുതുന്നത് രാജാക്കന്മാരെ ബഹുമാനിക്കേണ്ടതുപോലെയൊക്കെ ബഹുമാനിച്ചിട്ടാണ്. ചന്തയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഓടി വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടും. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. രാജാക്കന്മാർക്ക് അവരുടെ എല്ലാ വിലയും കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുക. ഈ രണ്ടാളുകളോടും പറയുന്ന വിഷയം ഒന്നാണ്, പക്ഷെ പറയുന്ന രീതി രണ്ടാണ്. ഇസ്ലാമിക പ്രബോധനം അങ്ങനെയാണ്. നമുക്ക് പറയാനുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ സന്ദേശമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അറേബ്യയിൽ ഉദയം കൊണ്ട ഒരു വലിയ സത്യത്തെക്കുറിച്ച് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. പറയേണ്ട രീതികൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ പറയുന്ന കാര്യം ഒന്നാണ്. പറയുന്ന കാര്യത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇസ്ലാമിക പ്രബോധനം എന്നത് ജീവിതത്തിന്റെ ദൗത്യമായി ഒരു ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ സമയം ചെലവഴിക്കുന്നതിനിടയിൽ ഒരാൾക്കെങ്കിലും ഈ സത്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ അത്ര മതി. നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം ആളുകൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ചെന്നിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ മാജിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹം ഒന്ന് സംസാരിക്കുമ്പോഴേക്കും ആളുകൾ മനസ്സൊക്കെ ഇങ്ങനെ ഇസ്ലാമിലേക്ക് അടുത്തു വരും. അപ്പോൾ ഇദ്ദേഹം അയാളുടെ കൂടെ പോയി എന്താണ് അദ്ദേഹത്തിന്റെ മാജിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം മുഴുവനും കറങ്ങിയിട്ട് കുറേ ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ച് തിരിച്ചു വന്നിട്ട് ഇവൻ പറഞ്ഞെന്താണെന്നറിയോ, മൂപ്പരുടെ അടുത്തൊരു മാജിക്കൊന്നുമില്ല. മൂപ്പരുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അത്രയേ ഉള്ളൂ. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഹൃദയത്തിൽ തട്ടും. നാവിൽ നിന്ന് മാത്രം വരുന്ന വാക്കുകൾ ചെവിയിലേ തട്ടുള്ളൂ. ഒരു കഥ പറയാറുണ്ട്. ഒരാള് ഒരു പാലത്തിന്റെ വക്കിൽ നിന്നിട്ട് നല്ല മധുരമുള്ള മിഠായി ഇങ്ങനെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യണം. പൈസ ഒന്നും വാങ്ങില്ല, നല്ല മധുരമുള്ള മിഠായി കൊടുക്കുക. പക്ഷെ ആരും അത് വാങ്ങണില്ല. ഒരു ചെറിയ കുട്ടി ഓടി വന്നിട്ട് മിഠായി വാങ്ങാൻ അങ്ങനെ ഒരുങ്ങിയ കുട്ടി പിന്നെ വേണ്ടാന്ന് വെച്ചു. ഒരു വലിയ ആൾ വന്നു, മിഠായി വാങ്ങാൻ ഒരുങ്ങി, പക്ഷെ വേണ്ടാന്ന് വെച്ചു. ആരും വാങ്ങണില്ല. മിഠായി നല്ല മിഠായിയാണ്, മധുരമുള്ള മിഠായിയാണ്, പക്ഷെ ആർക്കും വേണ്ട. എന്താ കാരണം? മിഠായി നല്ല മിഠായിയാണ്, ഫ്രീ ആണ് എങ്കിലും ആ കൊടുക്കുന്ന കയ്യിൽ ചോരയും ചെലവുമുള്ള വലിയ വലിയ മുറിവുകളുണ്ട്. കണ്ടാൽ അറപ്പ് തോന്നുന്ന മുറിവുകളുണ്ട്. അതുകൊണ്ട് ആർക്കും അത് വേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞ മിഠായി എന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആർക്കും ഇത് വേണ്ട. എന്തേ വേണ്ടാത്തതിന്റെ കാരണം അത് കൊടുക്കുന്ന കൈകൾ ശുദ്ധമല്ല എന്നുള്ളതുകൊണ്ട്. ശുഐബ് നബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നുണ്ട്. എന്താ പറയണത്? വഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, നീ നല്ലൊരു മനുഷ്യനാണ്. ഹലീമുർ റഷീദ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരാളെ കുറിച്ച് പറയാവുന്ന നല്ലൊരു വാക്കാണ്, നല്ല മദ്ഹാണ്. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ, പക്ഷെ നീ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾക്ക് വേണ്ടാന്ന്. യു ആർ ഓക്കെ ബട്ട് യുവർ മെസ്സേജ് ഈസ് നോട്ട് ഓക്കെ. നീ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾക്ക് വേണ്ട, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് മോശമായ അഭിപ്രായമൊന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞു. ഇന്നെന്താ പറയണേ? നിങ്ങൾ കൊണ്ടുവന്ന കാര്യത്തോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നിങ്ങളത് പറയണ്ടെന്ന് പറയും. ഓനുണ്ടല്ലോ, ഓനക്കല്ലേ പറയണ്ടെന്ന് പറയും. കാരണം എന്താ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ട് അവന്റെ അടുത്ത് നിന്ന്, ഈ ഒരു സമൂഹത്തിന്റെ അടുത്ത് നിന്ന്. അതുകൊണ്ട് ഈ മിഠായി വാങ്ങാൻ ആളില്ല. എത്ര ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും ആർക്കും ഇത് വേണ്ട. അവിടെയാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള വ്യായാമമല്ല എന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ടുള്ള പ്രയോഗവൽക്കരണമാണ്. അതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്, അല്ലാതെ അറിവുകൾ പറഞ്ഞു കൊടുക്കലല്ല. അത് അള്ളാഹു റഹ്മാനാണ് എന്ന്
മുസ്ലിം അല്ലാത്ത ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? അള്ളാഹു റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിച്ച ഒരു സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു റഹ്മാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തെ കുറിച്ച് എന്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുത്താൽ അവന്റെ ഉള്ളിൽ അത് തട്ടും. അള്ളാഹു റഹ്മാനാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു റഹ്മാനാണെന്ന് പ്രസംഗിക്കലല്ല, അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാമിക പ്രബോധനം. അത് പ്രത്യേകമായ ചില ആൾക്കൂട്ടം നടത്തേണ്ടതല്ല, അതെല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. ഒരാള് ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കയ്യും കെട്ടി ഇങ്ങനെ നോക്കിക്കോ? നമ്മൾ പറഞ്ഞു കൊടുക്കും, സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, എവിടെയെങ്കിലും പോയിട്ട് കുത്തിമറിഞ്ഞ് വീഴുമെന്ന് പറയും. ഒരാൾ പകലിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് പോവുകയാണ്, നമ്മൾ എന്ത് പറയും? ലൈറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും, ആ ബാറ്ററി തീരണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ എത്ര മനുഷ്യന്മാരാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അപകടമൊന്നും പറ്റൂല, എന്നിട്ടും നമ്മളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബാറ്ററി ചിലവാകുന്നുള്ളൂ, എന്നിട്ടും നമ്മളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അധാർമികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യർ, തിന്മകളിൽ കൂലം കുത്തി ഒഴുകുന്ന എത്രയോ സുഹൃത്തുക്കൾ, എന്നിട്ട് ഈ ഒരു സന്ദേശത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് ഈ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ദയാലുവായ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന്, പാളിച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ നാഥ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. മക്കളില്ലാത്തത് കൊണ്ട്, രോഗം കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്, കടങ്ങൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, ഇങ്ങനെയൊക്കെ. അള്ളാഹുവേ, അവർക്കെല്ലാവർക്കും ആശ്വാസം നിറഞ്ഞൊരു പരിഹാരം നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, വല്യപ്പന്മാർ, വല്യമ്മമാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അവർക്കെല്ലാവർക്കും പാപമോചനം നൽകി അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ. അസ്സലാമു അലൈക്കും.